സിലോസൈബിൻ എന്ന് പറയുന്ന കൂണാണ് ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്നത്. അത് നമ്മുടെ സെൽസിനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആക്കും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മാസം ഉണ്ടാക്കുന്ന ഇത് മുഴുവൻ പോവാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ ആയിരിക്കും മനസ്സിലാവുന്ന. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല കൂൺ കർഷകനുള്ള അവാർഡ് കിട്ടിയ കർഷകനായി മാറി. ഇന്ന് ലോകത്തുള്ള മുഴുവൻ കൂണിന്റെയും 96% പ്രൊഡക്ഷൻ ചൈനയാണ് ചെയ്യുന്നത്. കഴിക്കുന്നവരാ കൂടുതലും. ചൈനയിലെ ഒരാള് ഒരു വർഷം 30 കിലോ കൂണ് കഴിക്കുന്നുണ്ട്. കൂൺ കൃഷി ചെയ്തുണ്ടാക്കിയ കാശ് കൂൺ കൃഷിയുടെ റിസർച്ചിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈസ ഞാനും ശ്രീകാന്തിനും ഓടാനുള്ള പൈസ അല്ലാതെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് വേറൊരു കാര്യത്തിന് പൈസ ചെലവാക്കുന്നില്ല. എല്ലാം കൂണ് തന്നതാ, കൂണ് കൊടുത്തോണ്ടിരിക്കുക. 50 പേർക്ക് 7 ദിവസം കണ്ടിന്യൂസ് കൂണ് കൊടുത്തിട്ട് അവരുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നോക്കി 7 ദിവസം കൊടുക്കാണ്ട് നോക്കി, വീണ്ടും കൊടുത്തിട്ട് നോക്കി, എന്നിട്ട് അതിൻ്റെ അകത്തെ വേരിയേഷൻസും കുറവ് വന്നതിൻ്റെയും റിസർച്ച് പേപ്പർ. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കൂണ് നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ഇന്നലെ കിട്ടിയതാ പുതിയ പഠനം. വിത്തിട്ടിട്ട് 21 ദിവസം വിളവെടുക്കാൻ പറ്റിയ എന്താ ഉള്ളത്? കൂണല്ലാതെ. ഇപ്പം പ്രോട്ടീൻ പൗഡറിലേക്ക് മെയിൻ കണ്ടന്റ് കൂണാണ്. കൃഷിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു കർഷകനെയാണ് ഇന്നത്തെ ബി ടോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുൽ, വെൽക്കം ടു ബി ടോക്ക്. താങ്ക് യു. ഒരു കർഷകൻ എപ്പോഴാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്ന കർഷകനായി മാറുന്നത്? സംസ്ഥാന അവാർഡിൽ കുറെ കാറ്റഗറി ഉണ്ട്. അതില് ഒന്നാണ് കൂണ്. വന്നിട്ട് അധികകാലമായില്ല, എനിക്കൊന്ന് 3-4 കൊല്ലത്തിനുള്ളിൽ മാത്രമേ കൂൺ കൃഷി ഒരു അവാർഡ് ഇതിലേക്ക് വന്നിട്ടുള്ളൂ. അതുവരെ അവാർഡ് ചെയ്യുന്ന ഇല്ല, കൂൺ കൃഷിക്ക് അവാർഡ് ഇല്ലായിരുന്നു. അതിൽ ഈ കൂൺ കൃഷി നല്ലോണം ചെയ്യുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ബാക്കി 100 മാർക്കിനുള്ള വേറെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ എന്തായാലും കൂണ് ചെയ്തുകൊണ്ടായിരിക്കില്ല, കൂണ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് കൂണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കൃഷി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ. അല്ല, അതിനെന്നല്ല, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കൂണും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കൂൺകൃഷി തന്നെയാണ്, വേറെ എനിക്കൊന്നുമില്ല. ഞാൻ കൂൺകൃഷിയിലാണ് പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. കംപ്ലീറ്റ് കൂൺ കർഷകനാണ്. കംപ്ലീറ്റ് കൂൺ കർഷകനാണ്. ഇതിന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക? നമ്മൾ വന്നിട്ട് ജില്ലാ ടീം, സംസ്ഥാനത്ത് നിന്ന് ആള് വന്നിട്ട് നമ്മളോട് ചോദിക്കും. അല്ല, അവിടെ വന്ന് ആദ്യം ഒരു അപേക്ഷ കൃഷി ഓഫീസർ കൊടുക്കും. അതിനുശേഷം വന്നിട്ട് ഓരോ പോയിന്റും വൈസ് നോക്കും. അതിൽ അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം അവർ നമ്മൾ എഴുതി കൊടുത്തതൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നമ്മളെ ആക്ടിവിറ്റീസ് വിലയിരുത്തി നമ്മൾ പാസ്റ്റും നോക്കിയതിന് ശേഷം തരുന്നതാണ്. സൂപ്പർ. അപ്പോൾ 3 വർഷമായിട്ടുള്ള കൂൺ കൃഷിക്കുള്ള അവാർഡ് ഈ സംസ്ഥാന കർഷക അവാർഡിലേക്ക് വന്നിട്ട് തന്നെ 3-4 മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിന് മുമ്പുള്ളവരെ ഇല്ല, അങ്ങനെ ഒരു ഇതില്ല, ന്യൂസ് ഇല്ല. കൂൺ കൃഷി ഇപ്പോൾ ഒരു ട്രെൻഡാണ്, സത്യം പറഞ്ഞാൽ ട്രെൻഡാണ് അല്ലേ? വളരെയധികം കയറി വരുന്നേ ഉള്ളൂ കൂൺ കൃഷി നമ്മുടെ നാട്ടില്. ഇപ്പം കയറി വരുന്നതെന്ന് വെച്ചാൽ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂണിന. അപ്പോൾ ഇപ്പം കുറച്ചും കൂടി ഫെമിലിയർ ആകാൻ തുടങ്ങി കൂണ്. ആൾക്കാരിൽ ഹെൽത്ത് അവയർനെസ് എന്നുള്ളൊരു സംഭവം ആഫ്റ്റർ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഹെൽത്തിനെ പറ്റിയിട്ട് കോൺഷ്യസ് ആയത്. ഇപ്പം സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന കൂടാതെ എന്തിനു കൂണ് കഴിക്കണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് കൂണിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. അതുവരെ നമ്മൾ എല്ലാ കറികളും പോലെ ഒരു കൂണ് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പഠനങ്ങൾ ഓരോ ദിവസവും പഠനങ്ങൾ വരുമ്പോഴല്ലേ നമ്മളും അതിലേക്ക് ഇപ്പോൾ ഉള്ള പഠനങ്ങളോ ഇപ്പോൾ ഉള്ള കൂണിന്റെ ലെവലോ ഒന്നും അറിഞ്ഞിട്ടല്ലല്ലോ എന്നെ പോലുള്ള ഒരാൾ കൂൺ കൃഷി തുടങ്ങുന്നത്. ഞാൻ 2018 ഫുൾ ടൈം ആയിട്ട് തുടങ്ങുന്നത്. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ കൂൺ കർഷകന്റെ അടുത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു, വിനോദ് ഠാക്കൂർ. നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഇപ്പം നെൽ കർഷകൻ ആരെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ കൂൺ കർഷകൻ ആരെന്ന് വെച്ചാൽ പറയാനുണ്ട്. അപ്പൊ അത്രയും പുതിയതാണോ കൂൺ കൃഷി? അല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൂൺ കൃഷി തുടങ്ങുന്നത് 1960 UN ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂൺ കൃഷിക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഹിമാചൽ പ്രദേശിൽ സോളൻ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് കൂൺ കൃഷി സ്റ്റാർട്ടിങ് എന്നത്. അവിടെ അന്ന് ആ പ്രോജക്റ്റിന്റെ ഭാഗമായ ആളാണ് വിനോദ് ഠാക്കൂർ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിലെ കൂണിന്റെ അവസാനം തീരുമാനിക്കുന്നത് ഡയറക്ടർ ഓഫ് മഷ്റൂം റിസർച്ച് ഹിമാചൽ പ്രദേശ് സോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഇതിന്റെ മെയിൻ സെന്റർ ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഈ കർഷകനുള്ളത്. അപ്പം ഞങ്ങൾ സോളനിൽ കഴിഞ്ഞ വർഷം പോയപ്പോൾ, ഈ വർഷം വീണ്ടും പോയി. കഴിഞ്ഞ വർഷം പോയപ്പോൾ സമയത്ത് ഞാനും പാർട്ണർ ആദം ഷംസുദ്ദീനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് ഒരു മല കയറി ഉള്ളിൽ അയാളുടെ ഫാമിൽ പോയി. അവിടെ പോയപ്പോഴും നമ്മളൊന്ന് ഇതായി,
അതൊരു 3-4 നിലയുള്ള ബിൽഡിങ്ങാണ്. അതിൽ ഒരു നില വേറെ ആൾക്ക് നടത്താൻ കൊടുത്തിട്ടുള്ളത്. അത് ചെയ്യുന്ന ആള് നമ്മളെ കസ്റ്റമർ ആയിരുന്നു. കൂൺ വാങ്ങുന്നുണ്ട്. കൂണല്ല, കൾച്ചേഴ്സ്, ചില സ്പോൺസ്, ഗൈഡിങ് കൊടുത്ത ആളാണ്. അപ്പോൾ അവിടെ ഇന്ത്യയിലെ ഹബ്ബില് നമ്മുടെ പിന്നെ കൾച്ചേഴ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്. ഭയങ്കര സംഭവമായി അത്. എന്നുവെച്ചാല് പഠിപ്പിക്കാൻ അങ്ങനെ ആരും സമയം ചെലവാക്കാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ പഠിപ്പിക്കുന്നവരെ തേടി എവിടുന്നായാലും വരുമല്ലോ. അങ്ങനെ ഭയങ്കര ഒരു അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഓൾറെഡി കോണ്ടാക്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ ഫോണിൽ വിളിച്ചു. അപ്പോഴാണ് ആ റൂമിലേക്ക് എൻട്രി കിട്ടിയത്. ഈ ബാക്കിയുള്ള നിലകൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ ആളുടെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലായിരുന്നു. ലാസ്റ്റ് പണിക്കാരനെ വിളിച്ച് അത് ഓപ്പൺ ചെയ്ത് തന്ന്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൂൺ കൃഷി തുടങ്ങിയ സ്ഥലത്ത് ഇപ്പം ഇന്ത്യയിലെ കൂൺ കൃഷിയുടെ ഹബ്ബ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള പിന്നെ കൂൺ കൃഷിയുടെ ഡീറ്റെയിൽസും സാധനങ്ങളും കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് എന്നർത്ഥം. അവർക്ക് വേണ്ട എന്തൊക്കെയാ ശരിക്കും നമ്മൾ കൊടുത്തത്? അല്ല, ഞാനല്ല, ആദ്യമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട്ണർ. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അപ്പോൾ അതിലെ കൂടി കോണ്ടാക്ട് ചെയ്ത് മീറ്റ് ചെയ്യോ എന്തോ സ്പോൺ എന്തോ കൾച്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെയല്ല, പുള്ളിക്കാരൻ അവിടെ സ്ഥലം വാങ്ങിയത്, കാരണം ആ റെൻറ്റിന് എടുത്തതാണ്. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പഞ്ചാബിലോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, സോളനാണ് ഇന്ത്യയിൽ കൂൺകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞിട്ട് UN പ്രൊജക്ട് കണ്ടുപിടിച്ച സ്ഥലം. അപ്പോൾ അത് വായിച്ചവരെ എന്നാൽ ഇൻവെസ്റ്റ് അവിടെ ചെയ്തേക്കാം, അല്ലെ ഫാം അവിടെ തുടങ്ങാം എന്നുള്ള രീതിയിൽ അവിടെ തുടങ്ങിയതാ. അവിടുത്തെ ബേസിക്കായിട്ട് അവിടുത്തെ ആളല്ല. കൾച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പം ബാക്കിയുള്ള കൃഷികളൊക്കെ പോലെ ഇപ്പം നമ്മൾ ചീര, വെണ്ട, പയർ ഇതൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വിത്ത് കിട്ടും. കൂണിൽ അങ്ങനെ കൂണിൻ്റെ അകത്ത് തന്നെ വിത്ത് പറിച്ചെടുത്തിട്ട് നമ്മൾ രണ്ടാമത് കൃഷി ചെയ്യുകയല്ലേ എന്ന്. ഓരോ കൂണിൻ്റെ അകത്തുനിന്നും ടിഷ്യൂ കൾച്ചർ ചെയ്ത് പുതിയ വിത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഓരോ ആളും ചെയ്യുന്നതിൻ്റെ കൾച്ചേഴ്സ് ഇങ്ങനെ ജനറേഷൻ മാറി 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 വ്യത്യാസങ്ങൾ നമ്മൾ നടത്തിയിട്ടൊക്കെ ആയിട്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില വിത്തുകൾ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും കിട്ടില്ല. അപ്പോൾ അതുള്ളത് നോക്കിയിട്ട് വെബ്സൈറ്റ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമ്മളടുത്തേക്ക് എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ കൾച്ചർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അയച്ചു കൊടുക്കും നമ്മൾ. സ്പോണ്, മദർ സ്പോണ്, കൾച്ചർ, ട്യൂബ്, അങ്ങനെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കും. അതൊന്നും പിന്നെ അങ്ങനെ പോയി പോകുന്നതല്ല. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം നമുക്ക്. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ ആദ്യത്തെ കൂൺ കർഷകൻ ആരാന്ന് വെച്ചാൽ അറിയാം നമുക്ക്? എനിക്ക് അത് കൃത്യമായിട്ട് അറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഒരു 25 വർഷം വരെ കൂൺകൃഷി ചെയ്ത് എൻ്റെ പാർട്ട്ണർ തന്നെ ശ്രീകാന്തിൻ്റെ അമ്മ 2000 കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് കൂൺകൃഷി തുടങ്ങിയിട്ട് ഒരു 50 വീട്ടിലേക്കില്ല മാത്രം കൂൺകൃഷി ഞങ്ങൾ ഈ ഇതിലേക്ക് മെയിനായിട്ട് വരുന്നത് വരെയും ചെറിയ രീതിയിൽ ചെയ്തിട്ട് അവരുടേതായ ഒരു 50 വീട്ടിൽ കൂണ് വിറ്റ് കൂൺകൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ശ്രീകാന്തിന്റെ അമ്മ. ചെറുമട്ടത്തിൽ ചെറുകിട കൂൺകൃഷികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചെറുകിട കൂൺകൃഷി ഒരു സാധനം പോപ്പുലർ ആണെങ്കിൽ അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആവണം. അത് ഇത്ര നാളും ഉണ്ടായിരുന്നില്ല. ഇപ്പം വിത്താണെങ്കിൽ ഒരു കാലഘട്ടം വരെ കാർഷിക കോളേജ് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് പ്രൈവറ്റിലേക്ക് വന്ന് ആൾക്കാർ ഇത് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി കൂടി, അതിൻ്റെ ഉപയോഗം കൂടി. അങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നത്. അത്രേ ഒരു ഹിസ്റ്ററി ഉള്ളൂ. അതുമല്ല, ഈ ഡയറക്ടർ ഓഫ് മഷ്റൂം റിസർച്ച് എന്ന് പറഞ്ഞിട്ട് അതിനൊരു വേറെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ വന്നത് 2007 പുതിയതാണ് കൂൺകൃഷി എന്ന് പറയുന്നത്. അതെ, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ കാര്യമാണ് 1960 എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ചൈനയിൽ എടുത്തു കഴിഞ്ഞാൽ AD 600 AD 400 കൾട്ടിവേഷൻ ഉണ്ട്. AD 400 അവരാണ് ഏറ്റവും കൂടുതൽ കൂൺ കഴിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള മുഴുവൻ കൂണിൻ്റെയും 96% പ്രൊഡക്ഷൻ ചൈനയാണ് ചെയ്യുന്നത്. കഴിക്കുന്ന ആരാ കൂടുതൽ? ചൈനയിലെ ഒരാൾ ഒരു വർഷം 30 കിലോ കൂണ് കഴിക്കുന്നുണ്ട്. ഇവിടെ 10 കൊല്ലം കൊണ്ട് 3 കിലോ കൂണ് കഴിക്കുമെന്ന് സംശയമാണ്. അതാണ് വ്യത്യാസം. എന്തായാലും ചൈനക്കാർ പൊട്ടന്മാരല്ലല്ലോ. അവരുടെ എന്തൊക്കെ ഭക്ഷണത്തിലാണ് അത് കൂണുള്ളത്? അവരുടെ എല്ലാത്തിലും അവർ നോർമലി ഒരു ഇപ്പം നമുക്കിപ്പം സോപ്പ് പേസ്റ്റ് മുതൽ കൂണിലുണ്ട്. നമ്മളിപ്പം ഉള്ളിയും തക്കാളിയും ഒരാൾ ഒരുവിധം എല്ലാത്തിലും സവോള അല്ലെ തക്കാളി ഇങ്ങനെയുള്ള പച്ചമുളകൊക്കെ അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിലും മഷ്റൂം ഉണ്ട്.
അത് ഈ നമ്മളിവിടെ കാണുന്നതേ ആകെ 2-3 കൂണുകളല്ലേ കാണുന്നുള്ളൂ. ചിപ്പിക്കൂണ്, പാൽക്കൂണ്, ബട്ടൺ കൂണ്, 3 കൂണേ കാണുന്നുള്ളൂ. 3 കൂണിനെ പറ്റി അറിയുള്ളൂ. അവരൊന്നും അതൊന്നല്ല, അത് മാത്രമല്ല കഴിക്കുന്നത്. വേറെയും ഇഷ്ടംപോലെ കൂണുകളുണ്ട്. അതായത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് 2.2 മുതൽ 3.8 ലക്ഷം ഫംഗസുകളുണ്ട്. അതിൽ ഏകദേശം അപ്രോക്സിമേറ്റ് 1,40,000 മഷ്റൂം എന്ന് പറയാം. അതായത് ഫംഗസ് എന്ന് പറയുന്നത് എല്ലാ പൂപ്പലിനെയും ഫംഗസ് എന്ന് പറയാം. അതിൽ കൂണായിട്ട് വരുന്നത് മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ, വലുതായിട്ട് കൂണായിട്ട് പറിക്കുന്നത്. മഷ്റൂം എന്ന് പറയുന്ന ഒരു നമ്മൾ കൺസെപ്റ്റ് ഇല്ലേ, അതിലേക്ക് വരുന്നത്. അതിൽ ഒരു 300 എണ്ണം മാത്രമേ കൃഷി ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നോക്കിയ ഒരു 20 ഐറ്റംസ്, മാക്സിമം 100 ഒന്നും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അതിൽ 2 എണ്ണം മാത്രമേ കേരളത്തിന്റെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം ഈ 2 എണ്ണം അറിയാം. ബാക്കി ചിപ്പിക്കൂണ്, പാൽക്കൂണ്, ഓയിസ്റ്റർ, മിൽക്കി. ഇത് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 25ഓളം കൂണുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൂണുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പം ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മഷ്റൂം സർവേ 2 മാസം മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഒരു ആളായിട്ട് ഞാൻ പോകാൻ പറ്റി. കുറേ പേര് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 157 സ്പീഷീസ് അവിടെ നിന്ന് മാത്രം അല്ല, ആർളം ഫാമിൽ മാത്രം ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ട്. ഐഡന്റിഫൈ ചെയ്ത്. അത് ശരിക്കും ഫസ്റ്റ് മഴ കഴിയുമ്പോഴാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ ആ സമയത്ത് റെഡ് അലർട്ട് ഒക്കെ വന്ന് ക്യാൻസലാക്കിയിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ഈ കൂണുണ്ടാക്കുക. എന്നിട്ടും നമ്മൾ ഈ സാധനം ഇത്രയും സ്പീഷീസ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു 10-100 എണ്ണം വേറെ ഉണ്ട് നമുക്ക് വേറെ അറിയുന്നത്. ഇതിൽ കഴിക്കാൻ പറ്റുന്ന എത്ര ഉണ്ടോ? കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം ഈ 300ഓളം മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അല്ല, നമ്മുടെ നാട്ടിലേത് ഭക്ഷ്യയോഗ്യം എന്ന് പറയാൻ അത് തിരിച്ചറിയാനും അതിൻ്റെ ഒരു നോളജും ഷെയർ ചെയ്തപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു കൂണിനെ നോക്കിയിട്ട് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു മേലേന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അടിഭാഗത്ത് ഗ്രില്ലുണ്ട്, അതിൻ്റെ ഷേപ്പ് ഉണ്ട്. അതിപ്പം പിന്നെ തെനിച്ചയുടെ അതുപോലത്തെ ഷേപ്പാണോ, അല്ലെങ്കിൽ അണിക്കൊമ്പ് അതാണോ, അല്ലെ ലൈൻസ് ആണോ, അതിൻ്റെ തണ്ടിൽ വളകൾ, അതിൽ ഷേപ്പുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ നോക്കിയിട്ടാണ് ഒരു കൂണിനെ തിരിച്ചറിയുന്നത്. അത് പണ്ടുള്ളവർക്കൊക്കെ അറിയായിരുന്നു. അത് പക്ഷേ ഇപ്പം പ്രായമുള്ള ഒരു ക്ലാസ്സിന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രായമുള്ളവരൊക്കെ ഇത് അറിയുന്നവരായിരിക്കും. അവരോട് തന്നെ അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പിന്നെ ആവശ്യത്തിന് നല്ല ബിൽഡിങ്ങുകളും എല്ലാം വന്നതുകൊണ്ട് അങ്ങനെ കൂണുകളൊന്നും വളക്കാൻ സ്ഥലമില്ല. നമ്മൾ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ആവശ്യത്തിനായിട്ട് എത്രണ്ണം ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ? ഇപ്പം എത്ര ടൈപ്പ് ഓഫ് കൂണുണ്ടാവും? ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ? 5 എണ്ണം ഉണ്ടാവും. 5 എണ്ണം ഉണ്ടാവും. അത് ഏതൊക്കെയാ? അത് ഒന്ന് ഓയിസ്റ്റർ, മിൽക്കി, നോർമലി എല്ലാവരും പാൽക്കൂണും ചിപ്പിക്കൂണും. അടുത്തത് നമ്മളിപ്പോൾ വരുന്നത് ടർക്കി ടെയിൽ എന്ന് പറയുന്ന കൂണിലേക്ക് വരുന്നുണ്ട്. ലാൻഡ്സ്മാൻ എന്ന് പറയുന്ന കൂണിലേക്ക് വരുന്നുണ്ട്. കോഡിസെപ് ഇപ്പം തൻ്റെ കോഡിസെപ്സിലേക്ക് വരുന്നുണ്ട്. 3 എണ്ണം കൂടി വരുന്നുണ്ട്. അത് കൂടാതെ റീഷി ഗാനോഡർമ, അത് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അത് തമിഴ്നാട്ടിൽ നിരോധിച്ചതാ. ഇതിൻ്റെ നമ്മുടെ തെങ്ങിന് അത് കേടുവരുത്തുന്ന സാധനമാണ്. അതുകൊണ്ട് അവിടെ അല്ല, ഇതൊന്നും റോ ആയിട്ട് കഴിക്കുന്നതല്ല. ഇവ ലാൻഡ്സ്മാൻ റോ ആയിട്ട് കഴിക്കുന്ന. ടർക്കി ടൈലായാലും നമ്മൾ ചായ, ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും ഹെൽത്ത് ബെനിഫിറ്റും വ്യത്യാസമുണ്ട്. ഇത് കൂണാണെന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയുമെങ്കിലും അതിൽ ഓരോ കൂണിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ കടയിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പം വാങ്ങിച്ച് കഴിക്കുന്ന എല്ലാവരും കൃഷി ചെയ്യുന്ന പോപ്പുലർ കൂൺ ഏതാ നമ്മുടെ നാട്ടിൽ? ഓയിസ്റ്റർ, ബട്ടൺ, മിൽക്കി അത്ര പോപ്പുലർ. ബട്ടൺ ഇവിടെ കൃഷി ചെയ്യുന്നില്ല. ഊട്ടിന്നോ കൊടുക്കാൻ ഇവിടെ വളരെ റെയറായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. അതും വലിയ പ്രോഫിറ്റിലേക്ക് ആരും അങ്ങനെ വലിയ ലാർജ് സ്കെയിലൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം ഒരു 10-50 കിലോ അതിൽ താഴെയൊക്കെ ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. പിന്നെ പക്ഷെ മിൽക്കി ബട്ടൺ ഇവിടെ എന്താ പറയുക, തമിഴ്നാട്ടിലും ബാക്കി എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ മൊത്തം എക്സ്പോർട്ടിങ്ങിൽ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ കൂണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷെൽഫ് ലൈഫ് വ്യത്യാസമുണ്ട്. ബട്ടൺ മഷ്റൂം 5 ദിവസം നിൽക്കും, ചിപ്പിക്കൂണ് 2 ദിവസം നിൽക്കും, മിൽക്കി 5 ദിവസം നിൽക്കും. പക്ഷെ മിൽക്കിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ വലിയ രീതിയിൽ ഒരു പിടിക്കില്ല എന്ന് പറയുന്നില്ല. എന്നാലും ചിപ്പിയുടെയും ബട്ടൻ്റെയും അത്ര അഭിപ്രായം കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ പുതിയ വിത്തുകൾ അതിൻ്റെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ പോപ്പുലറായി വരുന്നേ ഉള്ളൂ. ഏറ്റവും ടേസ്റ്റ് ഏത് കൂണ്? ഏറ്റവും ടേസ്റ്റ് ഷിറ്റാക്കി.
അത് ഈ പറഞ്ഞില്ലല്ലോ. ഇല്ല, അതൊന്നും അങ്ങനെ വലിയ രീതിയിൽ തുടങ്ങിയില്ല. ഓക്കെ, പുറത്തുള്ളതാണോ? ഇന്ത്യയിലുണ്ട്. ചൈനയിലൊക്കെ ഷിറ്റാക്കിയൊക്കെ വേൾഡ് പ്രൊഡക്ഷന്റെ ഒരു 30% ഒക്കെ വരുന്ന മഷ്റൂമാണ്. അല്ല, ചൈന കഴിക്കുന്നതുകൊണ്ടല്ലേ. എഡിബിളില് ഇപ്പം അതിൻ്റെ അകത്ത് കുറേ കൂണുകൾ വരുന്നുണ്ട്. ഷിറ്റാക്കി വരുന്നുണ്ട്, ലാൻഡ്സ്മാൻ വരുന്നുണ്ട്, നമ്മുടെ എന്തായിരുന്നു എൻ്റെ പേര്, ഇയർ ഒരു ഇതുണ്ടായിരുന്നു, പേര് മറന്നുപോയി. അങ്ങനെ വെറൈറ്റി കൂണുകൾ, ഇനോക്കി ഉണ്ട്, അങ്ങനെ കുറേ കൂണുകൾ ഉണ്ട്. അപ്പോൾ വുഡ് ഇയർ എന്ന് പറയുന്ന കൂണുണ്ട്. ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടേ ഇല്ല. അതുപോലത്തെ കുറേ കൂണുകളുണ്ട്. രാഹുലിന്റെ മെയിൻ അപ്പം ബട്ടൺ കൂണാണോ? ചിപ്പി, ഓയിസ്റ്റർ, മിൽക്കിയും. ഓക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടും ചെയ്തോണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു 12 കോടിയുടെ കൂൺ കൃഷി കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2 വർഷത്തിൽ കഴിഞ്ഞ 2 വർഷത്തിൽ ഞങ്ങൾ മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മീഡിയം ആദ്യമായിട്ട് വിപണിയിലേക്ക് ഇറക്കി. അതിനു മുമ്പ് കേരളത്തിൽ 35 വർഷമായിട്ടും പരമ്പരാഗത രീതിയിൽ വൈക്കോല് അല്ലെങ്കിൽ റബ്ബറിൻ്റെ സോഡസ്റ്റിൽ മാത്രമായിരുന്നു കൂൺ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വൈക്കോല് സെലക്ട് ചെയ്യുമ്പോൾ 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതും 1 വർഷത്തെ താഴെ പഴക്കമുള്ളതും സ്വർണ്ണ നിറമുള്ള വൈക്കോല് വേണം. അപ്പോൾ ഒരു സീരിയസ് കസ്റ്റമർ അല്ല ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വൈഡായിട്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഈ സാധനങ്ങൾ എപ്പോഴും 365 ദിവസം അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഇത് ഡെയിലി ചെയ്യുന്നില്ല. നെൽകൃഷിയൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യമല്ലേ ചെയ്യുന്നുള്ളൂ വൈക്കോല്. അപ്പോൾ അതങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ആർക്കും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ മീഡിയം മഷ് പെല്ലറ്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ആദം ഷംസുദ്ദീൻ ഇൻവെൻറ്റഡ്. അപ്പോൾ അവൻ ചെയ്തതാണ് ഈ മഷ് പെല്ലറ്റ്. അത് ഞങ്ങളുടെ ഈ മൺസൂൺ മഷ്റൂം യൂട്യൂബ് ചാനൽ വഴി അത് റിലീസ് ചെയ്തു. ആദ്യം നമ്മൾ കുറേ ട്രയൽ അടിച്ചു. അതിനുശേഷം റിസൾട്ട് പക്ക ആയതിനു ശേഷം ഞങ്ങളത് റിവീൽ ചെയ്തു. അത് ഞങ്ങൾ ഏകദേശം 500 ടണ്ണിനടുത്ത് കഴിഞ്ഞ ജൂലൈ 31 വരെ, ജൂലൈ 1-ാം തീയതി വരെ നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം, 2023 ജൂലൈ 1-ന് ഇറങ്ങുന്നത് ഇത്. അതിനു മുമ്പ് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല ഇന്ത്യയിൽ. വിദേശത്തുണ്ട്, അമേരിക്കക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മഷ് പെല്ലറ്റ് എന്ന ബ്രാൻഡ് ഇറക്കി. അതിനുശേഷം അത് മാത്രം വിറ്റിട്ട് ഏകദേശം ഇത്രയും കോടി രൂപയുടെ പ്രൊഡക്ഷൻ കേരളത്തിൽ ഒറ്റ മാധ്യമം ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മാത്രം കേരളത്തിലെ കർഷകർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് വേറെയുണ്ട്. അപ്പോൾ ഈ മഷ് പെല്ലറ്റ് ഉണ്ടായതിനു ശേഷമാണ് ഇത്രയും ബൂം ഉണ്ടായത്, ഈസി ആയത്, കൃഷി ചെയ്യാൻ ഈസി ആയത്. മഷ് പെല്ലറ്റ് ഞാൻ മൊത്തത്തിൽ ക്ലെയിം ചെയ്യുന്ന പോലെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. അത് തന്നെയാണ് കാരണം. ഈ മഷ് പെല്ലറ്റ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? വൈക്കോലിട്ടാണ് അതിന്റെ മുകളിലാണ് റബ്ബറിന്റെ സോഡസ്റ്റ് തന്നെ പ്ലസ് ന്യൂട്രീഷ്യൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കൂൺ കൃഷി ചെയ്യാനുള്ള നമ്മള് ഇതില്ലേ, എന്താ പറയാ, കാലിത്തീറ്റൊക്കെ പെല്ലറ്റ് രൂപത്തിൽ, വെടിയുണ്ടന്റെ പെല്ലറ്റ് രൂപത്തിൽ ആക്കിയ മീഡിയം, അത് 25 കിലോന്റെ ചാക്കായിട്ട് വേണ്ടവർക്ക് വീട്ടിലേക്ക് എത്തും. സ്റ്റെറിലൈസേഷൻ ചെയ്യേ വേണ്ട. സിമ്പിൾ പ്രോസസ്സ്, 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പരിപാടി ചെയ്യാം. അതായത് വൈക്കോല് കൃഷി ചെയ്യുന്നതാണെങ്കിൽ 10-12 മണിക്കൂർ വെള്ളത്തിലിട്ട് അത് 1 മണിക്കൂർ ആവിയിൽ പുഴുങ്ങി 20% ജലാംശം നിലനിർത്തി ഉണക്കി എന്നിട്ട് ചുമ്മാടുകൾ തെരിയാക്കി കവറിലാക്കി ചെയ്യുന്നത്. ഇത് 1 കിലോ എടുത്ത് 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളമൊഴിക്ക് ചൂടാറുമ്പോൾ വിത്തിട്ട് കൊടുത്ത് ഒരു ടാപ്പ് പൊട്ടിച്ചാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഒരു 10-25 മണിക്കൂറേ പ്രോസസ്സ് നമ്മളിവിടെ ഈസി ആക്കി കൊടുക്കും. 3 മിനിറ്റിൽ തീർക്കും. വൈക്കോല് നടന്നുകൊണ്ടിരുന്ന കൃഷി വൈക്കോൽ ഉപയോഗിക്കാതെ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അതിന് വേണ്ട സാധനമാണ് ഈ മഷ് പെല്ലറ്റ്. ഈ മഷ് പെല്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും MIDH ഒക്കെ കൊണ്ട് 10-24 ലക്ഷം രൂപ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കണ്ട. അതായത് ഇതിൻ്റെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും ഇത് ഉണ്ടാക്കാനും വേണ്ടിയായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ പ്രൊഡക്റ്റിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു പ്രൊഡക്റ്റ് ആദ്യം ഇറങ്ങിയത്, അതിന് മാത്രമാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതായത് അത് മെച്ചപ്പെടുത്തേണ്ടതാണെന്ന് സർക്കാരിന് തോന്നിയത് കൊണ്ടാണ് അതിന് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആദ്യം ഇറങ്ങി അന്ന് 2023 ജൂലൈ 1-ൽ ഇറങ്ങിയതും ഇപ്പം ഇറങ്ങുന്നതായിട്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് നല്ലോണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കൂൺ കൃഷി പോപ്പുലറായി, ഇപ്പം ട്രെൻഡിങ് ആയി. മഷ്റൂം വില്ലേജ് വന്നു കേരള സർക്കാരിൻ്റെ കൃഷി വില്ലേജ്. എന്താ മഷ്റൂം വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നേ ഒരു ബ്ലോക്കിലായിരുന്നു, കൃഷി ബ്ലോക്കിലായിരുന്നു. ഇപ്പം ഒരു നിയോജക മണ്ഡലത്തിൽ 100 ചെറുകിട യൂണിറ്റുകളും 2 ഹൈടെക് യൂണിറ്റുകളും ഒരു പ്രോസസ്സിംഗ് യൂണിറ്റും ഒരു പാക്കിംഗ് റൂമും അടങ്ങിയ ഒരു പാക്കേജ് ഒരു നിയോജക മണ്ഡലത്തിൽ ഏകദേശം 33 ലക്ഷം രൂപയോളം വരും. 30 അങ്ങനെ 1 ലക്ഷം രൂപ അവർക്ക് മാത്രമായിട്ട് ഒരു
നിയോജക മണ്ഡലത്തേക്ക് മാത്രമായിട്ട്. അത് ഓരോ നിയോജക മണ്ഡലം നടന്നുകൊടുക്കുന്നു. ആദ്യത്തെ ഈ മഷ്റൂം വില്ലേജ് പൂർത്തീകരിച്ചത് കടുത്തുരുത്തിയായിരുന്നു. അപ്പം മൺസൂൺ മഷ്റൂം എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. അതെ, മൺസൂൺ മഷ്റൂം എന്ന് പേരിടാൻ കാരണം എന്താ? മൺസൂണിന് കൂണുണ്ടാവുന്നതുകൊണ്ടാണ്. മൺസൂണിലാണ് എല്ലാം ഉണ്ടാവുക. ഓക്കെ. ഈ ലോകം തന്നെ തുടങ്ങുന്നത് ആദ്യത്തെ മഴ പെയ്തിട്ട് അവിടുന്ന് പൊടിച്ചിട്ട് വേണം എല്ലാം ഉണ്ടാവാൻ. ഈ പ്രകൃതിയിൽ മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഈ മൺസൂൺ എന്ന് പറയുന്ന ഈ ഒറ്റ വെതറിലാണ് എല്ലാം ലോകം തന്നെ ഉണ്ടാകുന്നത്. ഇപ്പാണല്ലോ ഈ ബാക്കിയുള്ള മെറ്റീരിയൽസ് വന്ന്. പ്രകൃതി എന്ന് പറയുന്ന മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ മഴയാണ്. അതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പം ഞാനല്ല, ഞങ്ങൾ 3 പേര് കൂടി തുടങ്ങി. അത് 2 പേര് പാതി വഴിയിൽ പോയി. ഇപ്പം ഞാൻ പുതിയ 2 പേര് കൂടെയുണ്ട്. മൺസൂൺ മഷ്റൂമിന്റെ ഒരു കൃഷി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷി എത്രത്തോളം വലുതാണ് ഇപ്പം ഇന്ന്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിലും നല്ല കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് വേറെ കുറേ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഗ്രോത്ത് നമ്മളിവിടെ ഒരു സമയത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷമായിട്ട് ഞങ്ങൾ പുതിയ ഫാമുകളൊന്നും കൺസ്ട്രക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ 1.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ മഷ്റൂം പ്രൊഡക്ഷനാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. 1 വർഷത്തോളമായിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുതിയ ഫാമുകളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പം ചിപ്പിക്കൂണ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് ചെയ്തു കൊടുക്കലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത്. അതെ, എന്നിട്ട് എല്ലാവരും ഈ ചിപ്പിക്കൂണിലേക്ക് ഇറങ്ങണം, എല്ലാവരും അത് കൃഷി ചെയ്യുക. മല്ലേ ഞങ്ങൾ ഈ എക്സോട്ടിക് ഇത്ര നേരം പറഞ്ഞ് കാണാത്തതുമായിട്ടുള്ള കൂണുകളിലേക്ക് ഫോക്കസിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിനാണ് ഒരു റിസർച്ച് സെന്റർ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യത്തെ കൂൺ കൃഷി റിസർച്ച് സെന്റർ ആണോ കേരളത്തിലെ? അങ്ങനെയല്ല, എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പം BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് കൃഷിയുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു റിസർച്ചോ ഗവേഷണമോ ഒരു പ്രൊഡക്റ്റോ എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഇത് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ ആയിട്ട് നിലവിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അതായത് ഒരു ഗവൺമെൻറ് സെക്ടറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് തുറക്കും, വൈകുന്നേരം 5 മണിക്ക് പൂട്ടും, ഹോളിഡേയ്സ്, വീക്കെൻഡ്, അങ്ങനെ കുറേ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും വരും. ഇവിടെ ഇന്ന് കേരളത്തിൽ ഏത് ആൾക്കാർക്കും വന്നിട്ട് താമസിച്ച് റിസർച്ച് ചെയ്ത് അവർക്ക് എന്താ വേണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് പോവാൻ, അതായത് വിത്തിട്ടിട്ട് കൂണ് പറിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ റിസർച്ച് സെന്ററിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇത് എവിടെ സ്ഥലം? കണ്ണൂർ, ഇരിട്ടി, പുന്നാട്. നമ്മുടെ നാട്ടിൽ തന്നെ. റിസർച്ച് സെന്റർ എന്ന് പറയുമ്പോൾ ഇത് ഫാമാണോ? താഴെ ഓഫീസ്, ലാബ് ഓൾറെഡി ഉണ്ട്. അതിന് മേലെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം, നമ്മുടെ ഈ എന്താ പറയുക ഹോസ്റ്റലൊക്കെ പോലെ 2 ബെഡ് ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് റൂംസ്, അവർക്ക് വായിക്കാനും പഠിക്കാനുള്ള ലൈബ്രറി, അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ട് താഴെ ഒരു പാക്കിംഗ് റൂമും പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങുകളും വാല്യൂ ആഡഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി, അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ വലിയ റൂമിൽ റിസർച്ച് ചെയ്യാനുള്ള ലാബ്, പ്യുവർ ലാബ്. ഇതിൻ്റെ പണി ഇങ്ങനെ ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയി. എന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ? അപ്പോൾ ഒരു കൂൺ കൃഷി, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതൊന്നും ബിൽഡ് ചെയ്യുന്നത് ലോൺ എടുത്തിട്ടല്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങൾ പുതിയ ഫാമുകൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഫാം എടുക്കുന്നതിന് പകരം പൈസ റിസർച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്. അപ്പോൾ കൂൺ കൃഷി ചെയ്തുണ്ടാക്കിയ കാശ് കൂൺ കൃഷിയുടെ റിസർച്ചിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈസ ഞാനും ശ്രീകാന്തിനും ഓടാനുള്ള പൈസ അല്ലാതെ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു കാര്യത്തിന് പൈസ ചിലവാക്കുന്നില്ല. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റിവെക്കാൻ എല്ലാം കൂണ് തന്നതാ, കൂണ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഈ കൂണ് കൃഷിയെക്കുറിച്ചും കൂണിനെ കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും അവർക്ക് വന്ന് നിന്ന് അവിടെ റിസർച്ച് ചെയ്യാം അല്ലേ? ബെറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ. ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യയിലെ കോളുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് അതല്ല, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സോട്ടിക്കിലേക്ക് ഏതെങ്കിലും പോകണമെങ്കിൽ ഇന്ന് നിലവിൽ കേരളത്തിൽ എന്താ പറയുക, IIHR ബാംഗ്ലൂർ ഒരു വർഷത്തിൽ 2 ബാച്ച്. ഇത് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം 1 മിനിറ്റ് 2 മിനിറ്റിൽ അഡ്മിഷൻ ക്ലോസ് ആയി. ഈ കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ എക്സോട്ടിക് പഠിക്കാനുള്ള ആകെയുള്ള 1. പിന്നെയുള്ളത് DMR സോളനിലാണ്. അവിടെയും ഇതേപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ. പിന്നെ ഇത് പഠിക്കാൻ ഒരാൾ വേണ്ടേ, പഠിപ്പിക്കാൻ ഒരാൾ വേണ്ടേ.
അപ്പൊ എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ വില കൂടിയ കൂണുകളാണ് നമ്മളിവിടെ കിട്ടാത്ത പുറത്തുള്ള കൂണുകൾ. അപ്പൊ ഈ കൂണുകൾ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് അപ്പം രാഹുൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പഠിക്കുന്നത്? കളഞ്ഞോണ്ട് ഞാൻ ചിപ്പിക്കൂൺ കൃഷി തുടങ്ങിയതേ ഇങ്ങനെ ഉണ്ടാക്കുക, കളയുക, കുറേ ലോസ് വന്നുകൊണ്ട് തന്നെ ഇതും ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നു, കളയുന്നു, പഠിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നല്ലൊന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഫോണ് പുറത്താണുള്ളത്. വിരിഞ്ഞതിന്റെ സന്തോഷത്തിലുള്ളത്, പുറത്ത് കാണിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ ഇതെങ്ങനെ വിരിക്കുക? അതിന്റെ വിത്ത് വേണ്ടേ നമുക്ക്? വിത്ത് കൾച്ചർ ചെയ്യണം. ഇതൊക്കെ IHR ബാംഗ്ലൂരും DMR സോളനിലും അവൈലബിൾ ആണ് വിത്ത്. ഇതിൻ്റെയൊക്കെ വിത്ത് അത് കൊണ്ടുവന്ന് കൾച്ചർ ചെയ്ത് കുറച്ചും കൂടി നമ്മുടേതായ രീതിയിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഇതൊന്നും അങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ഈ സാധാരണ ചിപ്പിക്കൂണ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിൻ്റെതായ ക്ലൈമറ്റ് കൺട്രോൾ ക്ലൈമറ്റ് കൺട്രോൾ. ഓക്കെ. അപ്പോൾ ഈ അഡ്മിഷൻ ക്ലോസ് ആവും എന്ന് പറയുന്നത് ഇത് എങ്ങനെ ചെയ്യണം അവർ പഠിപ്പിക്കുന്ന അഡ്മിഷൻ ആണോ? 2-5 ദിവസത്തെ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കിട്ടില്ല. രാഹുൽ ട്രൈ ചെയ്തിരുന്ന? ഞാൻ ട്രൈ ചെയ്യാൻ നിന്നില്ല. ഞാൻ പോയി ചോദിച്ചു നോക്കി. ഈ ഇത്ര 1 മിനിറ്റിലൊന്നും സാധനം ഈ ബിഗ് ബില്യൺ സെയിൽ പോലൊന്നും എനിക്ക് അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും അഡ്മിഷൻ എടുക്കാൻ എനിക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും വഴുപ്പുണ്ടോ? എത്ര സീറ്റ് ഉണ്ട്? 20 തോന്നുന്നു. 20 സീറ്റ്. ഇന്ത്യ മൊത്തം 20 സീറ്റ്. ആരാ ശരിക്കും ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നവരാണോ ജോയിൻ ചെയ്യുന്നത്, അതോ കർഷകരാണോ ജോയിൻ ചെയ്യുന്നത്? ഇത് പല ആളുകളും ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ അവിടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുവാണ് ആൾക്കാർ. ഇതിപ്പം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു IT പ്രൊഫഷണലാണെങ്കിൽ ഈ വൈകുന്നേരം വീട്ടിൽ പോയിട്ടാണെങ്കിലും വീട്ടിലിരുന്ന് ഓഫീസിലാണെങ്കിലും ഫ്രീ ടൈമിലും ഇങ്ങനെ വീഡിയോസ് കണ്ട് അവർ പഠിക്കുന്നുണ്ട്. തിയറിറ്റിക്കലി പഠിക്കുന്നില്ല. വീഡിയോസ് കണ്ട് അവർ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് അവരെ കൺസെപ്റ്റ് മനസ്സിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ റിട്ടേൺ എടുക്കുമ്പോഴോ അല്ലെ ചാടാൻ നിൽക്കുമ്പോഴോ ആണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. പക്ക പ്രൊഫഷണലായിരുന്നവരൊന്നും ഇവിടെ നിന്നും പോയിട്ട് ട്രെയിനിങ് എടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അതായത് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതലും കോഴ്സിന് വരുന്നുണ്ട് അല്ലേ? എൻ്റെ കൂടെ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല. ഇതൊരു R&D ടീം ഇതിൻ്റെ പുറകിലുണ്ട്. അത് അവരത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എന്നല്ല, ഞാൻ അവരെ കൂടെയും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അവർ പലരും വരുന്നുണ്ട്, പോകുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നലെ ആദ്യം തന്നൊരു റിസർച്ച് പേപ്പർ NI എന്താണ് പേരോർമ്മയില്ല, അമേരിക്കയിലെ ഇതിൻ്റെയാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. 2007 വന്ന റിസർച്ച് പേപ്പറാണ്. 7 പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 50 പേർക്ക് 7 ദിവസം കണ്ടിന്യൂസ് കൂണ് കൊടുത്തിട്ട് അവരുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നോക്കി, 7 ദിവസം കൊടുക്കാണ്ട് നോക്കി, വീണ്ടും കൊടുത്തിട്ട് നോക്കി, എന്നിട്ട് അതിൻ്റെ അകത്തെ വേരിയേഷൻസും കുറവ് വന്നതിൻ്റെയും റിസർച്ച് പേപ്പർ. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കൂണ് നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഇന്നലെ കിട്ടിയതാ പുതിയ പഠനം. ഇത് 2007 കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പക്ഷെ ഇപ്പം ഞാനിപ്പോൾ കൂണിനെ പറ്റി 14 ജില്ലകളിൽ ഓടി നടന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നത്? ഇതിനെപ്പറ്റി ആരോടും പറയണ്ടേ ആരെങ്കിലും? അല്ലാതെ ഈ പേപ്പേഴ്സുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ആരറിയാം? എങ്ങനെ അറിയാം? അല്ലേ എനിക്ക് തരുന്നവർ പറയണം. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പോകുന്നതല്ലാതെ ഇത് പുറത്ത് വൈഡായിട്ട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറവായത് കൊണ്ടാണ് ഈ വിളിച്ചു പറയുന്ന ഇതിൽ എനിക്കും ഒരു ഇത് കിട്ടുന്നത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് UN പറഞ്ഞ കൂൺ കൃഷിക്കുള്ള അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലം. അപ്പോൾ തണുപ്പാണ് വേണ്ടത് ശരിക്കും? തണുപ്പ് എന്ന് വെച്ചാൽ ഇപ്പം ചിപ്പിക്കൂണിൻ്റെ ആണെങ്കിൽ 24 മുതൽ 28 മതി. ഈ ചിപ്പിക്കൂണ് തന്നെ 18 ഡിഗ്രിയിലും ആക്കാൻ പറ്റുന്ന വേറെ സ്ട്രെയിൻ ഉണ്ട്. അതിപ്പം നമ്മൾ ഒരു വാഴ എടുത്തു കഴിഞ്ഞാൽ നേന്ത്രനുണ്ട്, പിന്നെ റോബസ്റ്റ ഉണ്ട്, ചെറുപഴങ്ങളുണ്ട്, ഇങ്ങനെ കുറേ പഴങ്ങളുണ്ട്. എന്താണ് ഇതെല്ലാം? പഴങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ ഓയിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ HU ഹെപ്സോകൈസിസ് അൾമാരിയസ് എന്ന് പറയും, പിങ്ക്, സജോർ ഗാജു, ഇങ്ങനെ CO2 ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതിൽ നമ്മളെ ക്ലൈമറ്റിന് ഏതാ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിലിപ്പം ബാക്കി ലാൻഡ്സ്പേൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 24 വരെ മതി ടെമ്പറേച്ചർ. മിൽക്കി എടുത്തു കഴിഞ്ഞാൽ 35, 30, 35 ചൂടാണ് വേണ്ടത്. അങ്ങനെ ഓരോ കൂണിനും അതിൻ്റെതായ. കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാ? കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഈ ഓയിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ശരിക്കും നമുക്ക് പറമ്പിൽ ചെയ്യാൻ പറ്റുമോ, അതോ ഇത് ഫാമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അതായത് ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് കൂൺ കൃഷി. അടച്ചുറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന വിത്ത്
നെല്ലിലോ ചോളത്തിലോ ഉണ്ടാക്കിയ വിത്തായിരിക്കും. എലി വന്ന് തിന്നാൻ പാടില്ല. എന്തായാലും ഇതുണ്ടെങ്കിൽ കണ്ടിട്ട് എലി വന്നിട്ട് തിന്നു പോകും. അപ്പോൾ ഒരു എലിക്ക് കയറാൻ പറ്റാത്ത സൗകര്യം ആയിരിക്കണം. അത്യാവശ്യം എയറേഷൻ കിട്ടണം. ഒരു ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ച് കൊടുക്കാം. ഓപ്പൺ ആണെങ്കിൽ ഒരു ഗ്രീൻ നെറ്റ് കെട്ടി കൊടുക്കാം. ഇത്രയേ വേണ്ടു. ഒരു കൂൺ കൃഷി തുടങ്ങാനുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഗ്യാപ്പ് മതി പഠിക്കാൻ, ചെയ്തു പഠിക്കാൻ. രാഹുൽ ആദ്യം തുടങ്ങിയ അമ്മയുടെ കൂടെ വിറക് പുരയിലാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതിനായിട്ടാണ് നിങ്ങൾ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രീൻ നെറ്റിന്റെ ഫാം. ആദ്യം ചെയ്ത അന്നത്തെ വിളവെടുപ്പ് ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ വിളവെടുപ്പ്? പിന്നെ ഞാൻ ആക്ച്വലി അമ്മക്കിത് തുടങ്ങി കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് 2016 വരെ. അതിനുശേഷം ഞാൻ അമ്മക്കിത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊരു വേറൊരു കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. ബോംബെയിലും ചെന്നൈയിലും ഡൽഹിയിലൊക്കെ ആയിട്ട് ഒരു സന്യാസം പോലെ ഒരു 5-8 മാസം 10 മാസത്തോളം ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ ഒരു ഇൻകം ജനറേഷൻ എന്ന രീതിയിൽ ഫോക്കസ് ചെയ്താണ് കൂണെന്ന് പറയുന്നത്. ഈ കൂണ് വീട്ടിലുണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കൂൺ കൃഷിയുടെ പരിശീലന ക്ലാസ് ആദ്യമായിട്ട് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പോകുന്നത്. അവിടെ നിന്നാണ് ആര്യ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്, അട്രാക്ടിങ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ പ്രോജക്റ്റ്. അതുപോലും എല്ലാവരും അറിഞ്ഞിട്ടില്ല. അതായത് യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആര്യ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അത് നമ്മുടെ നാട്ടിലെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ്. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലുണ്ട് ആര്യ, എല്ലാത്തിലും ഇല്ല. കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്കത് കറക്റ്റ് അറിയില്ല. ഒന്ന് തൃശ്ശൂരാന്ന് തോന്നുന്നു, ആലപ്പുഴയാണെന്നൊന്നും അറിയില്ല. കണ്ണൂരുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നാണ് എന്നോട് അവിടുത്തെ ഹെഡായിരുന്നു ഡോക്ടർ ജയരാജ് സാറാണ് ഇതിൻ്റെ ശരിക്കൊരു നമ്മളെ ഈ മോട്ടിവേഷൻ എന്ന രീതിയിൽ തരുന്നത്. ഞാൻ ഈ 1 കിലോ 2 കിലോ 3 കിലോ കൂണുണ്ടാക്കുമ്പം സാറുമായിട്ട് ആദ്യത്തെ മീറ്റിങ്ങിൽ സാറ് ചോദിക്കുന്നത് നമുക്ക് ഏഴിമല നാവിക അക്കാഡമിയിലോ അല്ലെ പോലീസ് ക്യാൻറ്റീനിലോ, അവിടെ CRPFൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്, ക്യാൻറ്റീൻസും പഠിക്കുന്നതൊക്കെ ഉണ്ട്, പരേഡ് ഗ്രൗണ്ട്. അപ്പോൾ അവിടത്തേക്കൊക്കെ ഒരു 50 കിലോൻ്റെ ഓർഡറിലെന്ന് വന്നാൽ രാഹുലിന് ഉണ്ടാക്കാൻ പറ്റില്ലേ? 2 കിലോ ഉണ്ടാക്കിയ ആളോട് ചോദിക്കുന്നത് 50 കിലോ ഉണ്ടാക്കുന്നത് പറ്റിയിട്ട് പുള്ളിയാണ് മോട്ടിവേറ്റ് ചെയ്തത്. നമുക്ക് സാറ് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരുവാണെങ്കിൽ കൂണുണ്ടാക്കേണ്ട ചുമതല നമ്മളെയാണല്ലോ. അത് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, അത്രയും പണിയെടുക്കണം, ഇത് കൾട്ടിവേറ്റ് ചെയ്യണം, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. കാരണം നിലവിൽ 50 കൊടുക്കാൻ അങ്ങനെ ആളും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എത്രമാത്രം ഓപ്പർച്യൂണിറ്റി വൈഡാണ് എന്നുള്ളത് നമുക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ബ്രാൻഡിങ് വരുന്നത്. പേരുണ്ടായിരുന്നു, പേരിട്ടു. പേരിനെ ബ്രാൻഡ് ചെയ്യണമെന്നൊന്നും നമ്മൾ ഇപ്പോൾ കൃഷിയിലൊക്കെ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണല്ലോ. അപ്പം നമ്മളും ഈ എല്ലാവരും വലിയ വലിയ കമ്പനിയിൽ ഇടുന്ന പോലെ ഇട്ടാണ് മൺസൂൺ മഷ്റൂം. പക്ഷെ ഇന്ന് മൺസൂൺ മഷ്റൂം ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ സ്റ്റോറീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ആദ്യം 2 കിലോ ആണ് ചെയ്തത്, ഏറ്റവും ആദ്യത്തെ വിളവെടുപ്പ്. ഞങ്ങള് വിറക് പുരാന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ, തേങ്ങാക്കൂടാന്ന് പറഞ്ഞ അറിയോ? അതായത് ചെറിയൊരു ഓപ്പണിങ് മാത്രം, അതായത് ഒരു വിൻഡോയുടെ മാത്രം ഓപ്പണിംഗ് ആയിരിക്കും, ബാക്കി ആ റൂം മൊത്തം ക്ലോസ് ആയിരിക്കും. അതിലാണ് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചേർന്ന് വിറകുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഓപ്പണിംഗ് ഉള്ള ഒരു ഇതുണ്ടാവും. ഈ 2 സെറ്റപ്പും ഒന്ന് ഫുള്ളും അടച്ച് ഒരു എക്സോസ്റ്റ് ഫാനും വെച്ചിട്ട് മാക്സിമം 150 സ്ക്വയർ ഫീറ്റ് ബിലോ 200 സ്ക്വയർ ഫീറ്റിൽ മാത്രമുള്ളൊരു സ്ഥലത്ത് 2 റൂമായിട്ട് അതിൻ്റെ നടുക്ക് പാർട്ടീഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉറിയും കെട്ടിയിട്ടാണ് പണി തുടങ്ങുന്നത്. അതിനുശേഷമാണ് കൂൺ എന്താന്ന് പഠിച്ചത്. ആദ്യം കൂണുണ്ടാക്കാൻ കുറേ പഠിച്ചു, അതിനുശേഷമാണ് പിന്നെ അത് വയബിളാക്കാൻ പഠിച്ചത്. അതിനുശേഷമാണ് കൂൺ എന്താന്നുള്ളത് പഠിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് വിളവെടുപ്പിൽ എത്ര, ഈ ഫസ്റ്റ് വിറ്റ വിളവെടുപ്പ് എത്രയായിരുന്നു? 1 കിലോ? അത് 1 കിലോ ഒന്നും ഉണ്ടാവില്ല. 1 കിലോ കൂണെന്നൊക്കെ പറയുമ്പോൾ വലുതാ. നമുക്ക് അതായത് സാധാരണ ഒരാളെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 കിലോ കൂണ് ഇന്ന് 1 കിലോ ഒന്നും അല്ല. പക്ഷേങ്കിൽ അന്ന് ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 കിലോ എല്ലാം വലിയ കൂണായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 10 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 400 രൂപ കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കടയിൽ ഇത് ആദ്യമായിട്ട് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ രാവിലെ 9 മണിക്ക് കൂണും പാക്ക് ചെയ്തിട്ട് അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഫുൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. അമ്മ ഉണ്ടാക്കിയ രാവിലെ 9 മണിക്ക് ഞാൻ ഈ സാധനം എടുത്ത് ഇരിട്ടി ടൗണിലൊരു കടയിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്ത് അയാളത് വാങ്ങി തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ 9:45, 45 മിനിറ്റ് കൊണ്ട് 600 രൂപ കയ്യിൽ. അത്ര പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞ്. ഇതിന് മാത്രം പണിയെടുക്കുന്ന അമ്മ അത്രയും അതിന് മേലെ എഫേർട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇരിട്ടി ടൗണിൽ പോയി വന്നു. 45 മിനിറ്റ് കൊണ്ട് കയ്യിൽ ഒരു 600 രൂപ കിട്ടിയപ്പോഴാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇന്ന് നമുക്ക് വിത്തിട്ടിട്ട് 21ാമത്തെ ദിവസം കൂണ് പറിക്കാൻ പറ്റും. എന്താ ഉള്ളത്?
വിത്തിട്ടിട്ട് വിളവെടുക്കാൻ പറ്റിയ എന്താ ഉള്ളത്? കൂണല്ലാതെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിന് 21ാമത്തെ ദിവസം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ തുടങ്ങുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഒരു സാധനവും ഇല്ല. ഒരു കൃഷിയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം 21 ദിവസം കൊണ്ട് ഔട്ട്പുട്ട് വരുന്നത് വേറൊന്നുമില്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ പൂവൊക്കെ വിരിയായിരിക്കും. അല്ലാതെ ഒരു കാർഷിക വിള എന്നെ സംബന്ധിച്ചോളം 21ാമത്തെ ദിവസം പൈസ കിട്ടാൻ തുടങ്ങുന്ന വേറെ പണിയില്ല. അപ്പം 21 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു മാജിക്കൽ കൃഷിയാണ് കൂണെന്ന് എല്ലാവരും വിചാരിച്ച ഒരുപാട് പേര് ഇറങ്ങും ഇതിലേക്ക്. പക്ഷെ ഇതിൽ ചാലഞ്ചസും ഉണ്ട്. ഏറ്റവും വലിയ ചലഞ്ചസ് പറയാം. കൂണിന് ഓണമില്ല, വിഷുവില്ല, ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, കല്യാണമില്ല, മരണ വീടില്ല, ഒരു പരിപാടിയില്ല. നോക്കണം അങ്ങനെ. ഞായറാഴ്ചയിൽ ഹർത്താലൊന്നുമില്ല. ഇന്ന് കൂണ് വരുന്നത് എത്രയോ ദിവസം മുന്നേ വിത്തിട്ടതാ. നാളെ വിഷു ആണ്, എനിക്ക് അമ്പലത്തിൽ പോകണം, അല്ല ഈസ്റ്റർ ആണ്, രാവിലെ പള്ളിയിൽ പോകണം, കൂണിന്ന് വരല്ലേ എന്ന് പറഞ്ഞാൽ ഇത് വരാതിരിക്കില്ല. ഇത് എത്രയോ ദിവസം മുന്നേ ചെയ്തു വെച്ച പ്രോസസ്സിൽ സെയിം ഡേയും കൂണുണ്ടാവും. ആ കൂണ് രാവിലെ പറിച്ച് 10 മണിക്കുള്ളിൽ വിൽക്കുകയും ചെയ്യണം. അങ്ങനെയുണ്ട്. ഇത് പറ്റുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര നേരം കൊണ്ട് വിൽക്കണം? നമ്മൾ ഒരു കടയിൽ നമ്മൾ രാവിലെ തന്നെ കൊടുത്താലാണല്ലോ അയാൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് വിറ്റ് തീർക്കാൻ പറ്റുക. നമ്മളെ കൈമിൽ നിന്ന് 10 മണി നമുക്ക് പോകും. കടയിൽ രാവിലെ വൈകുന്നേരം വരെ രാത്രി വരെ ഇരുന്നാലാണ് അത് പല ആൾക്കാരായിട്ട് വാങ്ങിയിട്ട് പോകുന്നത്. പിന്നെ നേരിട്ട് വിൽക്കുന്നതൊക്കെ രാവിലെ ഉച്ചക്ക് കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഡോർ ഡെലിവറി ഉച്ചക്ക് 11 മണി 12 മണിയാകുമ്പോഴേക്ക് തീരും. അന്നത്തെ ദിവസം തീരണം. അതായത് ഒരു ചെമ്പരത്തിപ്പൂ വിരിഞ്ഞു, നാളെ പറിക്കാന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ എങ്ങനെ ഉണ്ടാവുക? പിന്നെ ഇന്നത്തെ കൂണ് നാളെ വേണ്ട, നാളെ വീണ്ടും കൂണുണ്ടാവുമല്ലോ. ഇന്നത്തെ കൂൺ ഒരിക്കലും നാളെ വിൽക്കേണ്ട ഒരു ആവശ്യം കർഷകനില്ല. അത് വാങ്ങിക്കൊണ്ടയാൾക്ക് നാളെ കറി വെക്കാൻ ഉപയോഗിക്കാം. ചിലപ്പോൾ കടയിൽ ഇന്ന് വിറ്റുപോയില്ലെങ്കിൽ നാളെ വിൽക്കാം. കർഷകനെ സംബന്ധിച്ചോളം ഇന്നത്തെ കൂണ് ഇന്ന് തന്നെ തീരണം, നാളെ ഇല്ല. കൂണിന് നാളെ ഇല്ല. ചിപ്പിക്കൂണിന് 2 ദിവസം ഷെൽഫ് ലൈഫ് ഉള്ളൂ. ഷെൽഫ് ലൈഫ് 2 ദിവസം. ഇന്ന് എത്ര ഫാം ഉണ്ട്? ഇന്ന് മഷ്റൂം എത്ര കൂണ് കൃഷി ചെയ്ത് ഇറക്കുന്നുണ്ട്? നമ്മൾ ഒരു 50, 70, 40 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കിലോ പെർ ഡേ നമുക്ക് വന്നുകൊണ്ടിരിക്കും. പെർ ഡേ ഇത് ഡെയിലി ഇത് സപ്ലൈ ചെയ്യേണ്ടതാ. ഇത് ഈ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതിൽ നാളെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമായി. കടക്കാർ നമുക്ക് പ്രശ്നം ഇത് ഒന്നുമില്ല എന്ന് പറയുന്നത്, രാവിലെ നോർമൽ ഒരു ഡേ ആണെങ്കിലും ഒരു കടയിൽ വന്ന് പച്ചക്കറി കടയിൽ കൂണ് ഒരു ബാക്കിയുള്ള പച്ചക്കറി വാങ്ങി കൂണുണ്ടോയെന്ന് ചോദിക്കുമ്പം കൂൺ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആ കടക്കാരൻ വിളിക്കും. അങ്ങനെ 70 കടക്കാർ വിളിച്ചാൽ എന്തായിരിക്കും രാവിലത്തെ അവസ്ഥ? അപ്പോൾ ഈ 70 കടയിലേക്ക് കൊടുക്കാൻ 21 ദിവസം മുന്നേ നമ്മൾ നട്ടതാണല്ലോ ഇന്ന് വിളവെടുപ്പ് ചെയ്യാം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ ദിവസവും 21 എല്ലാ ദിവസവും വിത്തിടുന്നുണ്ട്. എല്ലാ ദിവസവും വിത്തിടുന്നുണ്ട്, എല്ലാ ദിവസവും പണിയെടുക്കുന്നുണ്ട്. അതിൽ ആകെ ഒരു സൺഡേ മാത്രം ഒരു ലീവ്. സൺഡേയും ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫിന് മാർക്കറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സമയം ലീവ്. പിന്നെ ഫ്രീ ടൈം. ഇപ്പം ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10-33 പേര് എംപ്ലോയീസ് മാത്രമല്ല, അവരെല്ലാവരും എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിന്ന് കൂണ് വാങ്ങി വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വീട്ടമ്മമാർ രാവിലെ അവർക്ക് അവരുടേതായ പ്രാദേശികമായി വിൽക്കാനുള്ള കൂണ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ വിറ്റിട്ട് അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും ഒരു 500 രൂപ വരുമാനം കിട്ടുന്ന വേറെ പണി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു പ്രായമുള്ളവർക്കോ വീട്ടമ്മമാർക്കൊക്കെ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ആയിരിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് 10-33 പേര്, 9 പേര് ഓഫീസിലും ഫാമിലും മാത്രമായിട്ട് ഞങ്ങളെ കൂട്ടാണ്ട്. ഞാൻ ശ്രീകാന്ത്, 2 ഭാര്യമാരും ഇതാണ് എൻ്റെയും ശ്രീകാന്തിൻ്റെയും പാർട്ട്നേഴ്സാണ്. അവർ ബിസിനസ് മൺസൂൺ മഷ്റൂമിലുണ്ട്. അപ്പോൾ നമ്മളെയൊന്നും കൂട്ടാതെ ഈ 9 പേര് ഫുൾ ടൈമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഫാം കൺസ്ട്രക്ഷന് വേറെ ടീമുണ്ട്, അവരും ഇതേ രീതിയിൽ പോകുന്നുണ്ട്. ഫാം കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. കേരളത്തിൽ ഏകദേശം 45 ഹൈടെക് ഫാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ആവശ്യക്കാർക്ക് നിർമ്മിച്ചു അല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ. അതായത് ഒരു സാധാരണ ഒരാളാണ് വരിക നമ്മളെ മുന്നിലേക്ക് കൂണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അയാളെ കൂണ് പഠിപ്പിച്ച് അയാളെ വിൽപ്പന നടത്തി അല്ല, ചെറിയ ഫാം സെറ്റ് ചെയ്യുന്നൊക്കെ സെക്കൻഡ് ലെവലാ. ആദ്യം അവർ കൂണ് എന്താന്ന് പഠിക്കും, അതിനുശേഷം അത് വിൽക്കാൻ പഠിക്കും, അതിനുശേഷം അവർ കുറച്ചും കൂടി സ്കെയിലപ്പ് കൂട്ടും. അതിനുശേഷമാണ് അവർക്കൊരു ഹൈടെക് ഫാമൊക്കെ അവർ ചോദിക്കും. ഒരു 5 കിലോ കൂണ് വിൽക്കാനാവും എന്ന് പറയുമ്പോഴേ അവരോട് ചെയ്തോ എന്ന് പറയും. അല്ലാതെ 5 കിലോ കൂണ് വിൽക്കാൻ പറ്റാത്ത ഒരാളും ഹൈടെക് ഫാമിലേക്ക് പോകാൻ പാടില്ല. തുടക്കത്തിൽ കൂൺ കൃഷി ചെയ്യാതെ പഠിക്കാതെ നമുക്ക് പറ്റിയ പണിയാണോ എന്ന് അറിയാതെ ഒരു കാരണവശാലും ഫാം ചെയ്യാൻ പാടില്ല.
അങ്ങനെയുണ്ട്. ആദ്യം കൊടുക്കുന്ന മിനിമം 5 കിലോയെങ്കിലും സെല് ചെയ്ത് നോക്കണം. അല്ല, നമ്മളൊരു ഫാം ചെയ്തിട്ടേ ഏതെങ്കിലും കാലത്ത് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു ഫാമിൽ മുഴുവൻ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ലാഭം, ആ ഫാമിൻ്റെ പൈസ നമ്മളെ കൈമിൽ കിട്ടിയിരിക്കണം. ഒരു ഫാമിൽ എന്തൊക്കെയാ ഉണ്ടാവും? ഇപ്പം മൺസൂൺ മഷ്റൂമിന്റെ ഫാമിലേക്ക് അതായത് വീഡിയോയിൽ കാണാത്തവർക്ക് ഒരു വിഷ്വല് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കൂണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, കൂണിന് ഏറ്റവും നല്ല അണുനശീകരണം നടത്തിയ മാധ്യമം കൊടുത്തിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി വിത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂണിന് പിന്നെ കൂണ് വിരിയാൻ അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. ഇതിനിടയിൽ കീടനാശിനിയുള്ള വളങ്ങളില്ല, ഒരു ഘട്ടത്തിലും ആർക്കും ചെയ്യാനും പറ്റില്ല. ഈ അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കുന്ന റൂം മാത്രമേ ഉള്ളൂ. അവൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കേണ്ടത് പുറത്തുനിന്നാണ്. കൂണ് 21 ദിവസം അല്ലെ 15 ദിവസം കഴിയുമ്പോൾ വളരാനുള്ള അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ കാലാവസ്ഥ ഒരുക്കി കൊടുക്കുക? 24 മുതൽ 28 ഡിഗ്രി ടെമ്പറേച്ചർ എടുക്കുക അതിൻ്റെ ഉള്ളിൽ, ഒരു 80% ഹ്യൂമിഡിറ്റി അതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇത് രണ്ടും കിട്ടിയാൽ മതി. അപ്പോൾ മെഷീനറീസ് വേണം, മെഷീനറീസ്, കൂളിംഗ് സിസ്റ്റം വേണം, എക്സോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അത് എപ്പോഴും ഫ്രഷ് എയർ സർക്കുലേഷൻ നടന്നുകൊടുക്കണം. കൂണ് എയറേഷൻ നടന്നിട്ടില്ലെങ്കിൽ കൂണിങ്ങനെ നീണ്ടുപോകും. എവിടെ ഓക്സിജൻ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോകും. ഇതിങ്ങനെ വിരിയില്ല. അപ്പോൾ വിരിയണമെങ്കിൽ എയറേഷൻ കിട്ടണം. അപ്പോൾ ആ എയറേഷൻ ഒരുക്കുക. ഇതൊക്കെ വലിയൊരു സ്കെയിലിലേക്ക് പോകുമ്പോൾ മതി. ഇപ്പം വീട്ടിൽ നമ്മൾ എല്ലാവരുടെ വീട്ടിലും 2 ജനലുണ്ടാവും, ഒരു സൈഡ് ഒരു കോണായിട്ടുണ്ടാവും. ഈ വിൻഡോയിലേക്ക് ഒരു കമ്പി ഇട്ട് കൊടുത്ത് 5 ഉറി കെട്ടിയാൽ സ്ഥലമായി, കൂണ് പഠിക്കാനുള്ള സ്ഥലമായി. ഇതിനായിട്ട് തന്നെ ഒരു ഫാമും റൂമും ഒന്നും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 വിൻഡോ ഉണ്ടാവും, എന്തായാലും 2 വിൻഡോ ഉണ്ടാവും. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഉണ്ടാവും. ഈ 2 വിൻഡോ തമ്മിലൊരു കമ്പിയോ എന്തെങ്കിലും ഉറി കെട്ടാൻ പറ്റിയ എന്താ ഉള്ളത് അത് കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാം. ചെറിയൊരു ഫാം പണിയണമെങ്കിൽ എന്ത് എക്സ്പെൻസ് വരും? ഞാനിപ്പോൾ ഒരു കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കമ്പി 4 കയറും അത് പഠിക്കാൻ ചെറിയൊരു ഫാം 5 കിലോ ഒക്കെ പ്രൊഡക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സീരിയസ് ആയിട്ട് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ, എനിക്കൊരു ഫാം പണിയണമെങ്കിൽ നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് സെക്കൻഡറി ആയിട്ടാണ് പറയുന്നത് എപ്പോഴും. അതിപ്പം നമുക്കൊരു 3 lakhs, 3.5, 4.5 ഇതിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഓരോ ആൾക്കാരുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ക്രമീകരിച്ച് കൊടുക്കാൻ പറ്റും. അത് വലുതും ചെയ്ത് കൊടുക്കാം, ചെറുതും ചെയ്ത്. അവർ പറയുന്നതാണ് എനിക്ക് 15-20 കിലോ കൂണ് വേണം, അപ്പോൾ അതിനനുസരിച്ച് വലുതായിരിക്കും. അവർ 50 കിലോ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 ഫാമാ സെറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളെല്ലാവരെയും അവരുടെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. എല്ലാം ഞാൻ പറഞ്ഞിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യണം എന്നല്ല പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇത് ഒരു ഫാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സാധനമല്ല, ഞങ്ങളൊരു കോൺട്രാക്ട് വർക്കല്ല, ഇത് കൾച്ചറാണ്. ഇത് നമ്മൾ അവരെ പഠിപ്പിച്ച് അതിൻ്റെ അകത്ത് അവരെ ബിസിനസ് പഠിപ്പിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോട്ടോകോൾ, മാർക്കറ്റിങ്, ഇത് ത്രൂ ഔട്ട് അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുക. അതിപ്പം നിങ്ങളൊരു എനിക്കൊരു ഫാം ചെയ്തിട്ട് ഒരു പൈസ ലാഭം കിട്ടുന്നത് 50,000 രൂപ കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടുന്ന ലാഭം, ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നോക്കണം. 10 പ്രാവശ്യം അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലാഭം പോയി. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ലാഭം. അങ്ങനെ അവർക്കുള്ള ഞാൻ എൻ്റെ ഒറ്റ കസ്റ്റമേഴ്സ് നമ്മളൊരു ബന്ധമില്ലാത്ത അങ്ങനെ ഒരു ഇതിലല്ല, എല്ലാവരുമായിട്ടും നല്ല അവർക്കൊരു ഫാമിലി റിലേഷൻഷിപ്പാണിത് മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. കുണിയിൽ നിന്ന് എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയ, എനിക്ക് 14 ജില്ലകളിലും പോയാൽ കർഷകരുണ്ട്, താമസിക്കാൻ വീടുണ്ട്, തരാൻ ഭക്ഷണം തരാൻ ആളുമുണ്ട്. അത് വേറൊരു പണിയും ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊരു വലിയ സന്തോഷമാണ്. കൂണ് കഴിക്കാൻ ഇഷ്ടമാണോ? കൂണ് കഴിക്കാൻ ഭയങ്കര. കൂണ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കൂണ് പോവും. അറ്റ്ലീസ്റ്റ് ടിഞ്ചറോ പൗഡറോ എങ്കിലും കൺസ്യൂം ചെയ്യും. ടിഞ്ചറൊക്കെ ഇറങ്ങിയില്ല ഇപ്പോൾ? ടിഞ്ചർ എന്ന സത്താണ്, കൂണിൻ്റെ സത്ത് നമ്മളെടുത്തിട്ട് അത് ടിഞ്ചറാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ അതെന്തിനാ ഉപയോഗിക്കാം? ഇപ്പം ലാൻഡ്സ്മാൻ എന്ന് പറയുന്ന കൂണാണെങ്കിൽ മെമ്മറി ഫോക്കസ്. മെമ്മറി ഫോക്കസ് എന്ന് വെച്ചാൽ നമുക്ക് അൽഷിമേഴ്സ് അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്ക് എന്താണോ ജോലി ചെയ്യുന്നത് അതിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണോ. ഇപ്പോൾ ഒരു 8 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് ഫോക്കസ് പോകുന്നതാണെങ്കിൽ നമുക്ക് മെമ്മറി ഫോക്കസ് കൂടാൻ വേണ്ടിയിട്ട്, ഡെഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാരലൈസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് ബ്ലഡ് സർക്കുലേഷനും നെർവ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇത് സെൽസ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ ഒറ്റ കൂണ പറഞ്ഞിരിക്കുന്നത്. ലാൻഡ്സ്മാൻ എന്ന് പറയുന്ന ഒറ്റ കൂണ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ആകൃതിയാണ് നമ്മുടെ സിംഹത്തിൻ്റെ ജഡ പോലെ ഉണ്ടാവുക. അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വൈറ്റ് കളർ, ലാൻഡ്സ്മാൻ എന്നാണ് അതിൻ്റെ പേര്.
ഇതിനെപ്പറ്റിയൊക്കെ ഇതിപ്പം നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി വെറുതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഒന്ന്, ഇത് ഇപ്പോൾ ആർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെ ChatGPTയിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് ലാൻഡ്സ്മാൻ മഷ്റൂം എന്ന് അടിച്ചു കൊടുത്താൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയിന്റ് ഇട്ടിട്ട് നമുക്ക് പറഞ്ഞു എന്താണ് എവിടെയാണ് ഇത് വരും. അതിൻ്റെ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടർക്കി ടെയിൽ, റീസെൻ്റ് ആയിട്ട് ടർക്കി ടെയിൽ എന്ന് പറയുന്ന കൂണ് എക്സോട്ടിക് ആണ്. ടർക്കി ടെയിൽ എന്ന് പറയുന്ന കൂണിൻ്റെ അകത്ത് PSK PSP എന്ന് പറയുന്ന 2 സെൽസ് ഉണ്ട്. ഈ സെൽസാണ് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ തിന്ന സെൽസിനെ ഇത് ചെയ്യുന്നത്, അവർക്ക് എനർജി കൊടുക്കുന്നത് ഈ സെൽസാണ്. ഈ പ്രോപ്പർട്ടീസ് ഉള്ള ആകെ കൂണ് മാത്രമേ ഉള്ളൂ ഈ PSP എന്ന് പറയുന്നത്. അത് ആ കൂണിൽ തന്നെ ഈ ടർക്കി ടെയിൽ എന്ന് പറയുന്ന കൂണിൽ മാത്രമേ ഇതുള്ളൂ, ഈ പ്രോപ്പർട്ടി ഉള്ളൂ. ഇത് കഴിച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സെൽസിനെ, അതായത് ക്യാൻസർ കോശങ്ങളെ തിന്നുന്ന സെൽസിനെ ഇത് ചെയ്യാൻ പറ്റും. അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഇവരാണ്, ഈ 2 PSP PSK ഇവരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ കൃഷിമന്ത്രിയോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എന്നിട്ട് ഹിമാചൽ ഈ DMR സോളനിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ സജി ജോൺ സാറ്, സ്പൈസസ് ബോർഡ് ചെയർമാൻ രാജശേഖരൻ സാറ്, റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ഡോക്ടർ സജീവ് സാറ്, പിന്നെ കൃഷിമന്ത്രി, കാർഷിക കോളേജിലെ പ്രൊഫസർ മാഡം, പിന്നെ ഞങ്ങൾ 4 ഫാമേഴ്സ് ഒക്കെ ആയിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഈ പറയുന്ന 1,00,000 കൂണും 30,000 കൂണും 15,000 കൂണൊക്കെ ലൈവായിട്ട് കണ്ട് അവിടെയുള്ള എല്ലാ പ്രൊഫസേഴ്സും ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു, സ്ലൈഡ്സ് കാണിച്ച് എന്നിട്ട് തിരിച്ചു വന്നു. ഇപ്പം നിലവിൽ അത് ഇവരുമായിട്ടൊക്കെ കേരള സർക്കാർ MOU സൈൻ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ക്ലിനിക്കൽ ട്രയൽ അല്ലെങ്കിൽ ഇതിൽ RCCയുമായിട്ട് ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ചർച്ചകൾ ഈ ലാസ്റ്റ് 1 മന്തിൽ നടന്ന ഒരു പ്രോസസ്സാണ്. ടർക്കി ടെയിൽ എന്ന് പറയുന്ന ഒറ്റ കൂണിൻ്റെ അകത്ത് അതിന് സപ്പോർട്ടീവായിട്ട് ലാൻഡ്സ്മാനും ഈ കോഡിസെപ്സും അല്ലെങ്കിൽ എന്താ പറയുക ഗാനോഡർമ റേഷി ഒക്കെ ആയിട്ട് ഇത് മുഴുവൻ ഇതിനൊക്കെ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. ഇങ്ങനെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പേപ്പേഴ്സ് ഇവിടെ അമല ഹോസ്പിറ്റലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇതിൻ്റെ പേപ്പേഴ്സ് റിസർച്ച് ഈ കേരളത്തിൽ നടന്നിട്ട് പേപ്പേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ പേപ്പേഴ്സായിട്ട് മാത്രം കിടക്കുന്നതുകൊണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇത് ആരെങ്കിലും വേണ്ടേ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എനിക്ക് ടിഞ്ചർ തന്നു. അതെന്തിനാ? കോഡിസെപ്പ്. അതിൻ്റെ അകത്ത് കോഡിസെപ്പ് എന്ന് പറയുന്ന കണ്ടന്റാണ് ഉള്ളത്. അത് ഏത് കൂണ? കോഡിസെപ്സ് എന്നാണ് കൂണിൻ്റെ പേര്. ഇതെന്ന് പറയുന്നത് ഇതിന് നല്ല വാല്യൂ ഉള്ളതാണ്. ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് ടിഞ്ചേഴ്സൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ആരും കിലോ കണക്കിന് കൂണ് വാങ്ങി കഴിക്കൊന്നുമില്ലല്ലോ. കിലോന് എടുത്താലും നമുക്ക് 1.5, 1 ലക്ഷം, 1.5, 2 ലക്ഷം, 2.5 ലക്ഷം ഒക്കെ ആയിട്ട് വരുന്നു. ഇതിൻ്റെ വൈൽഡ് ആയിട്ടുള്ളത് ഒരു 5 മുതൽ 35 ലക്ഷം രൂപ കിലോന് വില ഇട്ടിട്ടുണ്ട് ഈ കോഡിസെപ്പ്. അല്ല, എന്താ പറയാ, അല്ല, നമ്മൾ ഫ്രഷ് മഷ്റൂമിന് കോഡിസെപ്പ് എന്ന് പറയുന്ന ചെറിയ മഷ്റൂമിന് അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ സത്തുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. സ്വന്തം വെബ്സൈറ്റ് ആണോ? മൺസൂൺ മഷ്റൂം വെബ്സൈറ്റ് ഉണ്ട്. അതിൽ എന്തൊക്കെ വാങ്ങാൻ കിട്ടും നമുക്ക്? ഇതിൽ നമ്മളൊന്നും വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷനിലേക്ക് പോയില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റും ഇല്ല, അല്ല വേറെ എടുക്കുന്നുമില്ല, ലോണും എടുക്കാത്തതുകൊണ്ടുള്ള ഒരു കയറ്റത്തിന്റെ സ്പീഡ് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെന്റുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. വലിയ വലിയ കമ്പനികൾ അക്വയർ ചെയ്യാൻ വരുന്നുണ്ടോ? വലിയ വലിയ കമ്പനീസ് അല്ല, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യട്ടെ മൊത്തത്തിൽ നമ്മൾ കിട്ടുമെന്നുള്ള രീതിയിൽ. അത് നമ്മൾ ഇത്ര ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അത് വേണ്ടെന്നുള്ള രീതിയിൽ. എക്സ്പോർട്ടിംഗ് ഉണ്ടോ നമ്മുടെ കൂണ്? എക്സ്പോർട്ടിംഗ് ഇല്ല. എക്സ്പോർട്ടിംഗ് എന്നുള്ള എല്ലാവരും ഒരു കമ്പനിയുടെ വളർച്ചേനെ മൊത്തത്തിൽ വിലയിരുത്തുന്നതാണ്. അയാൾ ഈ ചോദ്യം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഒരു കമ്പനി എത്രമാത്രം അത് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്താലാണ് ഒരു കമ്പനീൻ്റെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് വളർച്ച എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളുണ്ട്. ഇത് എവിടെ എക്സ്പോർട്ട് ചെയ്യാനാ? എല്ലാരും കഴിക്കുന്നുണ്ട്. ഇവിടെയല്ലേ കഴിക്കാത്തവരുള്ളത്. നമ്മളെ നാട്ടിലവർക്ക് ഇതിനെപ്പറ്റി അറിവ് കൊടുത്ത് അത് കഴിപ്പിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോ എവിടുത്തെ ചൈനയൊക്കെ അങ്ങനെ വൈഡായിട്ട് കിടക്കുക, ഇത് മാർക്കറ്റ് മൊത്തത്തിൽ കിടക്കുക. അപ്പം പല ആൾക്കാരും ഇപ്പം ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെമ്മറി ഫോക്കസിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ലാൻഡ്സ്മാനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ജനങ്ങളിലെ ഇത് ഇപ്പം ഒരു സെലിബ്രിറ്റി അത് ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞാലല്ലേ, അല്ലെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഇത് വേറെ ആൾക്ക്
ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കഴിക്കാനും തോന്നണ്ടേ, ഇത് അല്ലേ പിന്നെ വലിയ പരസ്യങ്ങൾ ചെയ്യണം, വലിയ കോടികൾ ചിലവാക്കണം. ഇതൊക്കെ ചെയ്യാനുള്ള അത്രയും വലിയ കർഷകരൊന്നും ഇല്ല കേരളത്തിൽ. ഒരു സത്തിന് എന്ത് വിലയുണ്ട്? ഇത് 3000, 4000, 5000. അതിൻ്റെ അകത്ത് ഇപ്പം ഷീലാജിത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഷീലാജിത്ത് ആഡ് ചെയ്യാത്തതുണ്ട്. അങ്ങനെ ചെറിയ ബോട്ടിൽ, ചെറിയ 30 ml ബോട്ടിൽ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേണോ കുടിക്കാൻ? ഒന്നും വേണ്ട. ഇത് പിന്നെ വെൽനസ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഇതിനൊക്കെ ഏകദേശം ഒരു സെറ്റപ്പ് ആക്കി വരുന്നുണ്ട്. എങ്ങനെയാണിത്, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എല്ലാവരും വന്നു കഴിയുമ്പോൾ എങ്ങനെയാ ഉണ്ടായിരിക്കുക എന്നറിയില്ല. നമ്മളൊരു വഴി കാണിച്ചു കൊടുത്താൽ ആ വഴിയിലെ കൂടെ എല്ലാവരും സഞ്ചരിക്കുകയാണെന്നില്ലല്ലോ. എനിക്കിപ്പോൾ കൂൺ കൃഷി തുടങ്ങണമെങ്കിൽ ലീഗലി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലീഗലി എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ഭക്ഷണ സാധനങ്ങളും പാക്ക് ചെയ്ത് വിൽക്കണമെങ്കിൽ FSSAI രജിസ്ട്രേഷൻ വേണം. ഓക്കെ. വലിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വാർഷിക വിറ്റുവരവ് ലക്ഷങ്ങളാണെങ്കിൽ പിന്നെ FSSAI ലൈസൻസ് വേണം. പിന്നെ ലീഗൽ ഒരു പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ അളവ് തൂക്കം ലീഗൽ മെട്രോളജീൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ തൂക്കുന്ന മെഷീൻ സീല് ചെയ്തതായിരിക്കണം. ഇത്രയുമാണ് നമുക്ക് നോർമലി കിട്ടാനില്ല വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ വേണ്ടത്. പിന്നെ നമുക്ക് ഉദ്യാന രജിസ്ട്രേഷൻ എങ്ങനെയുള്ള ഇപ്പം ഗവൺമെൻറ്റേതായ രീതിയിലുള്ള, പക്ഷേ ഇതെല്ലാം ഒരു വീട്ടിൽ ഒരു ഇതായിട്ട് ചെയ്യുന്നില്ലേ. കൃഷി തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെന്റ് രജിസ്ട്രേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കൃഷി വകുപ്പിനെ അറിയിക്കണം അങ്ങനൊന്നുമില്ല. നമ്മളിപ്പം വീട്ടില് തക്കാളി തെയ്യും ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ പറമ്പിൽ ചെയ്യാം. പച്ചമുളക് ഇപ്പം നടുമ്പോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ പച്ചമുളക് കാണുക, അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത് കഴിക്കാൻ പറ്റിയ കൂണാണെന്ന് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാം? കൃഷി ചെയ്യുന്ന ഒരു കൂണിലും തന്നെ ഒരു കാരണവശാലും പോയ്സൺ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അതായത് നമ്മൾ പറമ്പിൽ കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതുമായിട്ട് ഒരുപാട് കൂണുകളുണ്ട്. അതിൽ കഴിക്കാൻ പറ്റുന്നവയെടുത്ത് കാർഷിക സർവകലാശാലകൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ വിത്തുണ്ടാക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ കൃഷി ചെയ്യുന്നതിൽ ഒരിക്കലും പോയ്സൺ പ്രോപ്പർട്ടി വരില്ല. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഒരു തക്കാളി വാങ്ങിയിട്ട് അത് സമയം കഴിയുമ്പോൾ അഴുകി പോവില്ലേ, അതുപോലെ പോവല്ലാതെ ഇതിൻ്റെ അകത്ത് പോയ്സൺ പ്രോപ്പർട്ടി കൃഷി ചെയ്യുന്ന കൂണുകളിലേ ഉണ്ടാവില്ല. ഈ കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും നമ്മളെ പറമ്പിലാണ് മൊത്തത്തിലുള്ളത്. അതറിയാതെ എടുത്ത് കഴിച്ചാലാണ് പണി കിട്ടുക അല്ലേ? അതിപ്പോൾ എന്ത് കഴിച്ചാലും പണി കിട്ടും. അങ്ങനെ കിട്ടിയ വാർത്തകളുണ്ട് ഇഷ്ടം പോലെ. അതെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ കർഷകരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ഇതിനിടക്ക് തിരുവനന്തപുരത്ത് 6 പേര് 2 പേര് നില ഗുരുതരം എന്നൊക്കെ വന്ന് വരുമ്പോഴേക്ക് കൂൺ കഴിച്ച് എന്നുള്ള വാർത്ത മേലെ വരുമ്പോൾ അത് പറിച്ച് കഴിച്ചാണോ പറമ്പത്തുള്ളതാണോ കൾട്ടിവേറ്റഡ് മഷ്റൂം ആണോ എന്നുള്ളത് അറിയാത്തപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവരുമായിട്ട് ബന്ധപ്പെടുന്നവർ ഈ ന്യൂസ് അയച്ചു കൊടുക്കും. പിറ്റേന്ന് രാവിലെ ഇവർക്ക് കൂണ് കൊടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് തിരിച്ച് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടെങ്കിൽ ഇത് വാങ്ങാൻ ആളുണ്ടാവില്ല. അപ്പോൾ അത് കൂണ് മാത്രമൊന്നുമല്ല, പല സാധനങ്ങൾ കഴിച്ചിട്ട് പല ആൾക്കാരും മരിക്കുന്നുണ്ട്, അല്ലെ അസുഖങ്ങൾ വരുന്നുണ്ട്, ആശുപത്രിയിലാകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ കൂണെന്ന് പറയുന്ന ഈ വിഷക്കൂണ് എന്ന് പറയുന്നൊരു സംഭവം ഇങ്ങനെ കൺസെപ്റ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് കൾട്ടിവേറ്റഡ് കൂണിൽ ഒരിക്കലും വിഷം ഉണ്ടാവില്ല. ഇപ്പം കൂണിനാണ് പേര് ദോഷം വിഷം കിട്ടുന്നത് അല്ലേ? കൂണെന്ന് മാത്രമേ എഴുതുള്ളൂ അല്ലെ പറയുള്ളൂ. വിഷക്കൂണുണ്ട് ശരിക്കും അല്ലേ? വിഷക്കൂണുണ്ട് നിലവിൽ കൂടുതലും വിഷക്കൂണാണ്. അത് പറയാന്ന് വെച്ചാല് ഒരാളെ അസുഖം മാറ്റാനും കൂണ് മതി, ഒരാളെ ഇല്ലാതാക്കാനും കൂണ് മതി. അങ്ങനെ കൂണിനെ പറ്റി കുറേ നിർവചനങ്ങൾ പറയാനുണ്ടാവും. കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണോ ഒരാള്? എന്താണ് കേൾക്കുന്നവരോട് പറയാനുള്ളത്? ഒന്നുമില്ല. യങ്സ്റ്റേഴ്സിന് ഒരുപാട് പേർക്ക് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ഒരച്ഛൻ, അമ്മ, 2 മക്കള് വൈകുന്നേരം ഒരു സിനിമക്ക് പോയി ഭക്ഷണം കഴിച്ച് വരുന്ന പൈസ കൊണ്ട് കൂൺ കൃഷി തുടങ്ങാം. ആണോ? സിമ്പിളായിട്ട് എങ്ങനെ കൂൺ കൃഷി തുടങ്ങാം പറഞ്ഞു തരുമോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞ നേരത്തെ ആ റൂമിൽ ഒരു അതല്ലാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്തിട്ടേ ഇത് പറ്റിയ പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പറിച്ച് കൂണ് പാക്കാക്കി വിൽക്കാൻ പറ്റുന്ന ആളാണോ? ഇപ്പൊ രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകേണ്ടതാണ്, അടുത്ത ജില്ലയിൽ പോകേണ്ടതാണ്, അയാൾക്ക് ഒരിക്കലും പറ്റില്ല. വേറെ എന്തെങ്കിലുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറ്റുന്ന പണിയല്ല ഇത്. ഇതിനായിട്ട് തന്നെ സമയം ചിലവാക്കണം. ഇതൊരു പഠിക്കണം. കൂണ് പഠിക്കാനൊരു ടൈമുണ്ട്. ഇത് കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് നോർമൽ കൃഷി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ഇതിന് കാലാവസ്ഥ വെള്ളം നനച്ചിട്ടും തണുപ്പ് കൊടുത്തിട്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ 12 മാസവും 12 കാലാവസ്ഥയാണ്. 12 മാസവും 12 കാലാവസ്ഥയിൽ നമ്മൾ ഇപ്പം സെയിം കാലാവസ്ഥ കൊടുക്കണം. ജൂൺ മാസം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാർച്ചിൽ ജൂണിൽ നനച്ചതുപോലെ തന്നെ നനച്ചു കൊടുത്താൽ മതിയോ? ഒരിക്കലും പറ്റില്ല. അതുമാത്രമല്ല, ഒരു ഓടിട്ട വീട്ടിൽ വെള്ളം നനക്കുന്ന അയാളെ തണുപ്പും ആ കാലാവസ്ഥ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടെന്ന്. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ 2ാമത്തെ നിലയിൽ
അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി വേറെയാണ്. അങ്ങനെ അയാൾക്ക് അയാളുടെ വീട്ടിൽ അയാളുടെ ഫാമിൽ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അയാളുടെ കൺട്രോളിൽ ഈ സെറ്റപ്പുകളൊക്കെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ ഇതിൽ ഫുൾ ടൈം ഫോക്കസ് എന്നുള്ളത് ഇറങ്ങാൻ പാടുള്ളൂ. അത് ഏത് കൃഷിയായാലും പഠിക്കാനൊരു സമയം എടുക്കണം. എല്ലാവരും ഈ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം അല്ലെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ഇതിൻ്റെ പുറകിൽ നമ്മൾ എത്ര നാൾ പഠിക്കാൻ സമയം എടുത്തിട്ടുണ്ട്. ഇവിടെ DMR സോളൻ പോയിട്ടുണ്ട്, IHR ബാംഗ്ലൂർ പോയിട്ടുണ്ട്, CFTRI മുംബൈ പോയിട്ടുണ്ട്, തിരുവനന്തപുരം കാർഷിക കോളേജിൽ പോയിട്ടുണ്ട്. കൂണുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയി കഴിഞ്ഞു. ഇവിടെ നിന്നൊക്കെ കിട്ടാനുള്ളത് എന്താണെന്നുള്ളത് നോക്കി ഇപ്പോഴും പഠിച്ചുകൊണ്ട് പോകുക. ഇപ്പോഴും കൂണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ കേട്ടറിവ് പോലുമില്ല. എനിക്കും ഇപ്പം ഓരോ ദിവസവും പുതിയ റിസർച്ച് പേപ്പേഴ്സും ഇതിനെപ്പറ്റി ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളിതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നത്. നമ്മൾ ഉള്ളി തക്കാളി പോലെ കൂണ് വിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കൂണ് എങ്ങനെ വിൽക്കാനും പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. വിൽക്കാൻ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു കടയിൽ കൂൺ കൃഷി തുടങ്ങണം, കൂണ് വിൽക്കണം. ചെറിയൊരു പച്ചക്കറി കട, ഇതുവരെ കൂണ് വിറ്റിട്ടില്ല. നമ്മൾ ആ കടയിൽ കൂണ് വിൽക്കുന്നു. ആ കടയിൽ കൊണ്ടുപോയിട്ട് കൂണ് ആദ്യം ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ വെക്കാൻ പാടുള്ളൂ. 2 പാക്കറ്റ് കൂണ് അവിടെ വെച്ചു. 2 പാക്കറ്റ് കൂണ് അവിടെ വെച്ചു. വൈകുന്നേരം വരെ പല ആൾക്കാരും അവിടെ വന്ന് ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവില്ല. തിരിച്ചു ദിവസം അത് റിട്ടേൺ എടുക്കേണ്ടി വരും. വീണ്ടും നമ്മൾ 2 പാക്കറ്റ് വെച്ചു. 1 പാക്കറ്റ് പോയി എന്ന് വെച്ചു, 1 റിട്ടേൺ എടുക്കേണ്ടി വരും. അടുത്ത ദിവസം പോയി, വീണ്ടും 2 റിട്ടേൺ, 2 തിരിച്ചെടുക്കേണ്ടി വരും. 4ാമത്തെ ദിവസം 2 വിറ്റുപോയി. ഒരു 11 മണിയാകുമ്പോൾ രാവിലെ 9 മണിക്ക് കടയിൽ വെച്ച കൂണാണ്. ഒരു 10 മണിക്കോ 11 മണിക്കോ വിറ്റുപോയി. നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ 2 തന്നെ വെക്കുന്നു. അപ്പോൾ ആ കടയിൽ കൂണ് ഇഷ്ടമുള്ള ഒരാൾ എല്ലാ ദിവസവും കടയിൽ പോകരുത്. ഒരു കടയിൽ എല്ലാ ദിവസവും നമ്മൾ പോവാം. മാസത്തിൽ ചിലപ്പോൾ 2, 3, 4 തവണയോ പോവാം. ഈ 4 തവണയും ആ കടയിൽ കൂണ് കഴിക്കുന്ന മുഴുവൻ ആൾക്കാരും വന്നു പോകുന്നവരെയും ഈ കടയിൽ ഈ ഷോപ്പിൽ ഈ കൂണ് കാണണം. ഇപ്പം 2 പാക്കറ്റ് വെച്ചു, 2ഉം 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ ഉച്ചക്ക് വിറ്റുപോയിന്ന് വെച്ചോ. 5 മണിക്കാണ് ആ കടയിൽ കൂണ് കഴിക്കുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ആ കടയിൽ കൂണ് കാണുന്നില്ല. അയാൾ അവിടെ കാണണമെങ്കിൽ അവിടെ തന്നെ കൂണ് ഉണ്ടാവണം. 30 ദിവസവും നമ്മളവിടെ വെക്കണം. ചിലപ്പോൾ 60 ദിവസം വെക്കേണ്ടി വരും. 60 ദിവസം കഴിയുമ്പോഴേക്കാണ് ആ കടയിൽ കൂണുകൾ അറിയാം ആൾക്കാർ. അപ്പോൾ അത്രയും നാൾ ക്ഷമിച്ച് നമ്മൾ ഓരോ കടകളിലും കൂണ് കഴിക്കുന്നവർ ഈ കൂണ് കാണാൻ വേണ്ടി, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കൂണ് ആവശ്യമുള്ളവരെ നിങ്ങൾക്കറിയണം, കൂണ് വേണ്ടവർക്ക് നിങ്ങളെ കയ്യിൽ കൂണുണ്ടെന്ന് അറിയണം. ഈ 2 സമയം വരുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റ് നടക്കും. അതായത് ഈ കടകളല്ലാതെ സൂപ്പർ മാർക്കറ്റ്, കടകൾ സൂപ്പർ മാർക്കറ്റും അല്ലാതെ കൂണ്ട അല്ലാത്ത മാർക്കറ്റ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ നെൽകൃഷി ചെയ്ത ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ ജില്ലയിലുള്ള കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, കോടതി, മുനിസിപ്പാലിറ്റി, പോലീസ്, ക്യാൻറ്റീൻസ് ആണോ? അല്ല, ഈ ഉദ്യോഗസ്ഥർ മൊത്തം ഇരിക്കുമല്ലേ. 10,000-3000 ഒരു ബിൽഡിങ്ങിൽ കിടക്കുക. അല്ലാതെ മാസമായിട്ട് വാങ്ങിക്കുന്ന അങ്ങനത്തെ കച്ചവടം ഇല്ല അതില്. ഇപ്പൊ നെൽകൃഷി കർഷകർക്ക് എടുക്കുന്നവരുണ്ട്. നമുക്ക് നമുക്ക് വരുന്നത് ഈ ഫുഡ് ഓർഡേഴ്സ് ആണ്. അതായത് കാറ്ററിംഗുകാരുടെ ഓർഡേഴ്സാണ് വരിക. അതൊക്കെ മുൻകൂട്ടി പറയും, ഇത്രാം തീയതി ഒരു കല്യാണമുണ്ട്, 30 കിലോ കൂണ് വേണം, 50 കിലോ കൂണ് വേണം, അല്ലെ 10 പാക്കറ്റ് കൂണ് വേണം. ഇതൊക്കെ മുൻകൂട്ടി നമ്മളോട് പറയുമ്പോഴേക്കും നമ്മളത് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഓൺ കൂൺ, നമുക്കങ്ങനെ ഒരിക്കലും നമ്മളെ കൂണ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഡെയിലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെയിൽസിന് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ആ വ്യക്തികൾക്ക് നമ്മൾ കൂണ് അവർക്ക് വിൽക്കാനുള്ള കൊടുക്കണം. അപ്പം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുത്ത ഫാമുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച്, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 10 ഫാമുണ്ട്, ഹൈടെക് ഫാം. ഇതിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂണ് ഓർഡർ ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ആവും. ഇപ്പം ഞാൻ ഇടപെട്ടില്ലെങ്കിൽ അത് കണക്ട് ആയിട്ട് അവർക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട കൂണ് എല്ലാവരും ഉറപ്പ് വരുത്തും. ആ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ഷനുണ്ട്. അല്ലാതെ ഒന്നായിട്ട് കൂൺ വാങ്ങുന്ന കമ്പനികളൊന്നുമില്ല. വാങ്ങുന്ന കമ്പനി ഉണ്ടോയെന്ന് വെച്ചാൽ കേരളത്തിലാണ് കൂണിന് ഇത്രയും വിലയുള്ളത്. ഇപ്പം പ്രോട്ടീൻ പൗഡറിലേക്ക് മെയിൻ കണ്ടന്റ് കൂണാണ്. പക്ഷേ ഈ സാധനം പിന്നെ 150-200 രൂപക്ക് ബംഗാളിലൊക്കെ ആണെങ്കിൽ അവർ ഈ പൈസക്കാണ് ഇവർ വാങ്ങുന്നത്. കമ്പനികൾ നമ്മുടെ പ്രോട്ടീൻ പൗഡർ കമ്പനികൾ വാങ്ങുന്നത്. അവരൊരിക്കലും 500 രൂപ 400 രൂപ കേരളത്തിൽ വന്നിട്ട് കൂണ് പ്രിക്വയർ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവിടെ കൂണിന് നല്ല വിലയുണ്ട്. കാരണം അത്രമാത്രം ഇല്ല ഒന്നാമത്. പിന്നെ കൂണിന് വില അതുകൊണ്ട് മാത്രമല്ല, ഇതിൽ ഒരു ബെഡ് ഉണ്ടാക്കി അതിന് കൂണ് വരുന്നതിന് 15 ദിവസം അല്ലെ 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് അസുഖം വരുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ മുഴുവൻ കൂണും പോയി. ഒരുപാട് അസുഖങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. ന്യൂറോസ്പോറ, ആസ്പെർജില്ലസ്, ട്രൈക്കോഡെർമ, ഇങ്ങനെ ഇതെല്ലാം ഫംഗസുകളാണ്. ഈ ഫംഗസുകളൊക്കെ ഈ
നമ്മളെ ഫംഗസിനെയും അറ്റാക്ക് ചെയ്യും. ഇത് തമ്മിൽ അടി നടക്കും. അതിൽ ഏതാണോ ജയിക്കുന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ അകത്തെ കൂണ് വരുന്ന കാര്യം. അത് പോയി കഴിഞ്ഞാൽ മൊത്തം പൈസയും പോയി. ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ പലവട്ടം, ഞാൻ വായിച്ചിട്ടുണ്ട്. നഷ്ടം വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ എന്നെ അടുത്ത ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം എന്നെ കാണുന്നത് പൂർണ്ണ പരാജയപ്പെട്ട കർഷകനായിട്ടാണ് എന്നെ കാണുന്നത്. കല്യാണത്തിന് ഒരു 4 ദിവസം മുമ്പ് വരെ ഞാൻ ഈ വൈക്കോലും എടുത്ത് പുഴുങ്ങി പണിയെടുത്ത് ബെഡുകൾ ഉണ്ടാക്കി. കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ടൈം പൈസ വേണമെന്നുള്ള രീതിയിൽ ചെയ്തു. കല്യാണത്തിൻ്റെ തിരക്കിൽ ഈ ഫാം ബാക്കിലാണ് ഉള്ളത്. ഇത് പല ആൾക്കാരും കൗതുകത്തിന് അതിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ കണ്ട് എല്ലാം ഇറങ്ങിപ്പോയില്ലേ. ആരും ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടല്ലോ, ആരും കാണിക്കാതെ. പല ആൾക്കാരും ഇത് കാണാനും പല ആൾക്കാരും കാണിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷേ അതിൻ്റെ ഇത് റിയാക്ഷൻ വന്നത് എനിക്കാണ്. ഒറ്റയടിക്ക് ആ ബാച്ച് പോയി. പൈസ ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ബാച്ച് ചെയ്തു. അത്രയും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ അസുഖം വന്നു. അങ്ങനെ 3 ബാച്ച് ചെയ്ത് 2.5 ബാച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ ഇവിടെ KVKൻ്റെ ഒരു ICARൻ്റെ ഒരു ഹെഡ് സൗത്ത് സോണൽ ഇതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വന്നിട്ട് എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നു. എന്നോട് പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നീ ഒരു മാസം ഈ ഫാം മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് ചെയ്യാതെ ഇട്ട് ക്ലീൻ ആക്കിയിട്ട് രണ്ടാമത് തുടങ്ങിയാൽ മതി. വേറെ ചെറിയ വിറകുവരെല്ലാം അതിലുണ്ട്, കൂണ് ചെറുതായിട്ട് വരുന്നത്. ഇതിൽ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആണ്. അത് ക്ലീൻ ആക്കിയിട്ട് മാത്രം തുടങ്ങിയാൽ മതി. അങ്ങനെ കളഞ്ഞതിന് ഫ്രീ ആയി ഇട്ടതിന് ശേഷമാണ് വീണ്ടും തുടങ്ങിയിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. വലിയ പരാജയങ്ങളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മാസം ഉണ്ടാക്കുന്ന ഇത് മുഴുവൻ പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ ആയിരിക്കും മനസ്സിലാവുന്ന. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല കൂൺ കർഷകനുള്ള അവാർഡ് കിട്ടിയ കർഷകനായി മാറി. അപ്പോൾ നമ്മൾ ഒരു പരാജയത്തിൽ നിന്ന് തിരിച്ച് പരിശ്രമിച്ച് കയറി വന്നതാണ്. ഞാനിന്നൊരു വർഷം 100-ൽ മേലെ ക്ലാസ്സുകൾ ഓൾ കേരള എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുമ്പോഴുള്ള സുഖം എന്ന് പറയുന്നത് നമുക്ക് ആ പരാജയം ഉള്ളത് കൊണ്ട് പരാജയം വരാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിലേ നമ്മളെല്ലാ പണിയും ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ. കൂണുണ്ടാക്കിയിട്ടുണ്ട്, വിൽക്കാൻ നടന്നിട്ടുണ്ട്, 4-5 വർഷം വിൽക്കാൻ നടന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ഞാൻ സെയിൽസിനൊക്കെ ആൾക്കാരുണ്ട് ഈ രീതിയിൽ പോകുന്നത്. എന്നാലും ഞാനിപ്പോൾ കൂണ് ഒരു പാക്കറ്റ് എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ 10 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരുവോണത്തിന് ഞാൻ കൂണെടുത്തിട്ട് രാവിലെ വിൽക്കാൻ പോയിന്. കാരണം എല്ലാവർക്കും ലീവ് കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഈ എല്ലാ കൂണും എടുത്തിട്ട് അച്ചാറിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വൈഫ്, പിന്നെ അമ്മയും എല്ലാം കൂടിയിട്ട് ഇതൊക്കെ ചെയ്തു. ഞാൻ രാവിലെ എനിക്ക് കിട്ടിയ ഓർഡർ ഞാൻ രാവിലെ 10 മണിക്കുള്ളിൽ എൻ്റെ കൊടുക്കാൻ പറ്റുന്നത് വിറ്റ് വന്നു. തിരുവോണമായാലും അങ്ങനെയൊന്നുമില്ല, നമുക്കങ്ങനെ ഒരു റെസ്റ്റ് തന്നെ. കാരണം ഇപ്പോൾ വീട്ടിലങ്ങനെ ഇരിക്കാറില്ല. വീട്ടിൽ ഒരു മാസത്തിൽ ഒരു 20 ദിവസം പുറത്ത് തന്നെയായിരിക്കും. ഒരു 10-5 ദിവസം മാത്രമേ കണ്ണൂർ ഉണ്ടാവാറുള്ളൂ. എത്ര വലിയ മാർക്കറ്റായി കൂൺ മാർക്കറ്റ്? ഇപ്പം ഫുഡായിട്ട് മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നുള്ളൂ. എൻ്റെ കണക്ക് ChatGPTന്റെ കണക്ക് ശരിയാണെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം 14 ലക്ഷം കിലോ ബീഫും 24 ലക്ഷം കിലോ ചിക്കനും വേണം. അത്ര കഴിക്കണ്ട നമ്മള് കേരളത്തിലെ മൊത്തം ഹോട്ടലുകളിലുമായിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ വേണം. പിന്നെ 1/2 ലക്ഷം കിലോ കൂണ് പോലും ചെലവാണില്ല, ഉണ്ടാക്കിയിട്ടില്ല. ചെലവാകുന്നതിന് ആയിരിക്കും കുഴപ്പമില്ല, ചെലവാകുന്നുണ്ട്, ഉണ്ടാക്കി തുടങ്ങിയില്ല. ഇതാണ് റിക്വയർമെന്റ്. ഇത് ഒരു 2 വർഷം കൂടി ഈ രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന 2 വർഷം കഴിയുമ്പോഴേക്കും ഏകദേശം ഓരോ ടൗണുകളും ഓരോ ഫാമുകാരും ഇതായ മേഖലയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഉണ്ടാക്കി തുടങ്ങും. അവർ ആവശ്യമുള്ള, കാരണം ഈ മഷ്റൂം വില്ലേജ് വരുന്നുണ്ടല്ലോ. മഷ്റൂം വില്ലേജ് എല്ലാ ജില്ലകളിലും എല്ലാ നിയോജകമണ്ഡലത്തിലും 2 ഹൈടെക് ഫാം യൂണിറ്റുകൾ വരും. ഇവരൊക്കെ അത് കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ടൗണുകളിലേക്കും ഏതെങ്കിലും ഒരു കൂൺ കർഷകൻ ആ ടൗണിൽ കൊടുക്കാനുണ്ടാവും. 1, 2, 3 ഉണ്ടാവും. ഒരു കോമ്പറ്റീഷൻ ഇതിൽ ചിലപ്പോൾ വരും. അത് വരുന്നവരെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അങ്ങനെ എല്ലാവരും ഇതിൽ നിൽക്കണമെന്നില്ല. വരുന്ന എല്ലാവരും സർവൈവ് ചെയ്ത് പോകണം നിർബന്ധമൊന്നുമില്ല. പറ്റുന്ന പണിയാണെങ്കിൽ അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് മൺസൂൺ മഷ്റൂമിന്? ബിരിയാണി
ബിരിയാണി എന്ന് പറയുന്ന റിട്ടോർട്ട് ടെക്നോളജിയാണ്. 8 മാസം വരെ നിൽക്കും. ജാപ്പനീസ് ടെക്നോളജി. ജാപ്പനീസ്, അതായത് നമ്മുടെ ഈ US മിലിറ്ററിയും നാസിയും കൂടി ഭക്ഷണ സാധനം അതിന്റെ ടേസ്റ്റും ഘടനയും മാറാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ടോർട്ട് എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മഷ്റൂം ബിരിയാണി ഭയങ്കര സക്സസ് ആയിട്ട് ലോഞ്ച് ചെയ്തു. പിന്നെ ഈ കൂൺ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെയാണ് കേരളത്തിൽ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഡെയിലി ഒരു 10-50 പേരോടെങ്കിലും സംസാരിക്കണം. അതായത് ഒരു ദിവസം ഒരു 30 to 50 പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഏറ്റവും കുറവായിട്ട് ഒരു 30 കസ്റ്റമേഴ്സ് എന്ന് വെച്ചോ ഇറങ്ങുന്നത് അല്ല നമ്മളുടെ അടുത്ത് എൻക്വയറി വന്നത്. കേരളത്തിൽ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ദിവസം കൂടി വരുന്നുണ്ട്. എൻ്റെ അടുത്തും പേഴ്സണലായിട്ടല്ലേ ശ്രീകാന്തിൻ്റെ അടുത്ത് നമ്മൾ രണ്ടാളുമായിട്ട് സംസാരിച്ച ഒരു 20-30 ആൾക്കാർ മിനിമം ഉണ്ടാവും ഒരു ദിവസം. പുതിയൊരു എൻക്വയറി. ഈ 20 പേരും സാധനം വാങ്ങിയെന്ന് വെച്ചു, അല്ലെ 10 പേര് സാധനം വാങ്ങി. 10 പേര് സാധനം വാങ്ങിയിട്ട് വിത്തിട്ടിട്ടാകുമ്പോൾ ഇത് ശരിയാണെന്ന് നോക്കിയാൽ ഫോട്ടോ അയക്കും. 20 പേരും 15 ദിവസം കഴിഞ്ഞിട്ട് ഉറിയിലേക്ക് മാറ്റാനായോ എന്ന് വെച്ചിട്ട് ഫോട്ടോ അയക്കും, അല്ലെ എൻക്വയറി ചോദ്യം ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കൂണ് പറിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വിളിക്കും. കൂണിൻ്റെ വളർച്ച കറക്റ്റാണോ, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അത് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോഴേക്കും അത് വരില്ല. അങ്ങനെ ഓരോ ദിവസവും ഇത്രയും പേര് വെച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് നമുക്കല്ലാണ്ട് വേറെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കണമെങ്കിൽ ഒരാളെ പണിക്ക് വെച്ചിരുത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പം അതിലും നമ്മളൊന്ന് സ്റ്റക്കായിട്ടുള്ളത് ഇത് ഈ മഷ്റൂം വില്ലേജും കൂടി വന്നപ്പോഴും മൊത്തത്തിൽ ഒരു എൻക്വയറീസ് കൂടിയപ്പോഴും ഇത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ മൻസൂർ മഷ്റൂം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മളൊരു 50,000 രൂപയുടെ സാധനം ഒരു ദിവസം നമ്മൾ വിൽക്കുന്നുണ്ട്. കൂണല്ലാതെ കൂണ് വേറെ തന്നെ നടക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ കൂടുതലായിട്ട് എൻ്റെ സ്റ്റാഫിനും അവിടുത്തെ കാര്യങ്ങളും ഫാമും വീടും അവിടത്തേക്കുള്ളത് മാത്രമായിട്ട് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നേ ഇല്ല. എല്ലാം അവിടെ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ ആ ബിൽഡിങ്ങിനും എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു 5 ലക്ഷം രൂപയുടെ കുറയാത്ത കൂണ് ഒരു മാസം എന്തായാലും നമുക്ക് വിറ്റേ പറ്റുള്ളൂ. എന്തായാലും അതിനുള്ള മാർക്കറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതാണ് രാവിലെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വണ്ടി ഡാമേജ് ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ടൗണിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും രാവിലെ ഈ കടക്കാർ മുഴുവൻ നമ്മളെ വിളിക്കും, സ്റ്റാഫിനെ വിളിക്കും. അവർ ചിലപ്പോൾ ഫോൺ എടുക്കില്ല സ്റ്റാഫ്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഇതാൾ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് കൂണ് വെച്ച് മാർക്കറ്റ് ഉണ്ടാക്കിയ കടയിലെ ആ ചേട്ടനും ഞാനും തമ്മിൽ എത്ര ബന്ധം ഉണ്ടാവും. ആ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ ഞാനിപ്പം സംസ്ഥാന അവാർഡ് വാങ്ങിയ ആളാണ്, ഞാനിപ്പോൾ എറണാകുളത്തുള്ളത് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ചേട്ടാ ഇതാ എത്തിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊക്കെ നാട്ടിൽ വിളിച്ച് 2 ആളെ വിളിച്ച് ആ സാധനം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കൂണ് കഴിക്കുന്നവർ എണ്ണം കൂട്ടാനുള്ള പരിപാടികൾ. മലയാളികൾ കൂണ് കഴിക്കണോ? ഇപ്പൊ കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഫംഗസ് നമ്മൾ ഭക്ഷണമാക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മലയാളി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇപ്പം ഗുളിക, അല്ലെ മരുന്ന്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഗുളിക പിടിക്കുന്നുണ്ട്. എന്ത് അസുഖം വന്നാലും നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഫംഗസ് ആയിരുന്നു. പെൻസിലിൽ നിന്നാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് വന്നത്. ഇപ്പം നിലവിൽ ഒരു 80% അല്ലെ 70% ആൻറ്റിബയോട്ടിക്കുകളും ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 15 മുതൽ 20% വരെ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളിൽ ഫംഗസ് ആണ് അവരെ ഒറിജിനായിട്ട് പറയുന്നത്. ഇത് നമ്മളെ ഭാഗം തന്നെയാണ്. കൂണാണോ ഫംഗസ് ആണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ബാക്കി മലയാളി കൂൺ കഴിക്കണോ? നിർബന്ധമായിട്ട്. എന്തൊക്കെ ഗുണങ്ങളുണ്ട് കൂൺ കഴിച്ചാൽ? കൂണിൻ്റെ ഗുണങ്ങൾ, ഒന്ന് ഈ നമ്മൾ പറയുന്ന കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതൊക്കെ തുലനം ചെയ്യാന്ന് പറയാം, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. നേരെ എടുത്ത് കുറക്കുകയോ എടുത്ത് കൂട്ടുകയോ ഒക്കെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ബാലൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂണ് കഴിച്ചാൽ. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്. ഇത് ഫൈബറാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു കറിയായിട്ട് കൂണ് കഴിക്കുമെങ്കിൽ നെക്സ്റ്റ് ഡേ മോഷൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം. എത്ര ആൾക്കാർ അതിൻ്റെ പുറകിലും അതിന് മാത്രമായിട്ട് വേറൊരു ഭക്ഷണം കഴിച്ചാലും നമുക്ക് ശരിയാവില്ല. നമ്മൾ അതിന് വേണ്ടി കഷായവും അരിഷ്ടവും ഗുളികയും ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഒരു നേരത്തെ എന്തായാലും ചോറും കറിയും കഴിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കറി കഴിക്കുമ്പോൾ ഈ പ്രശ്നം തീരുമെങ്കിൽ പിന്നെ അതല്ല ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മുടെ
വൈറ്റമിൻസ് A, B, C, D, K ഇത്രയും ഉണ്ട്. കൂടുതലുണ്ട്. ബിയിൽ തന്നെ B1, B2, B5, B9, B12. ഇതിൽ B9 എന്ന് പറയുന്നത് നമ്മുടെ ഫോളിക് ആസിഡാണ്. വൈറ്റമിൻ ഡി കേരളത്തിൽ 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അതിന് ഇപ്പം ഇതേപോലെ റൂമിൽ രാവിലെ കയറിയിരുന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എവിടുന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് മഷ്റൂം. പിന്നെ അതിനായിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചില ജ്വല്ലറിക്കാരും ബാങ്കിൻ്റെ വീക്കിലി ക്യാൻറ്റീനിൽ തന്നെ ഒരു ദിവസത്തെ ഭക്ഷണമായിട്ട് ഊണ് ആക്കിയിട്ടുണ്ട് പല ആൾക്കാരും. പല ബാങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റമിൻ ഡി ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ സാധനം എടുത്ത് പിന്നെ ധാതുലവണങ്ങൾ, ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതൊക്കെ റിച്ചായിട്ട് നമ്മളുണ്ട്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ശരീരം അബ്സോർബ് ചെയ്യണമെങ്കിൽ അമിനോ ആസിഡ് വേണം. ഇത് പിന്നെ നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയില്ല. ഇതും ഏതെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം. ഈ 9 എണ്ണമുള്ള ഒന്നാണ് കൂണ് എന്ന് പറയുന്നത്. പല ധാന്യങ്ങളിലായിട്ടാണ് ഈ 9 എണ്ണം കിടക്കുന്നത്. ഒരു മുട്ടയിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് ഞങ്ങൾക്ക് പറയും. കാരണം ഞാൻ മെഡിസിൻ പഠിച്ചിട്ടൊന്നല്ല, കൂണ് പഠിച്ചിട്ടാണ്. ഇത് വായിക്കുന്ന എല്ലാം ശരിയാണെന്നില്ല, എന്നാലും നമുക്ക് പറയാം കൂണ് പറ്റും. നിർബന്ധമായിട്ടും ഒരാൾ കൂണ് കഴിക്കണം. ഒരു ദിവസം 200 ഗ്രാമിൽ കൂടുതൽ കൂണ് ഒരാൾ കഴിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. ഹൈ പ്രോട്ടീനാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേറൊരു ഐറ്റം മീറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. വെജിറ്റേറിയൻസിന് മീറ്റിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ആകെ കൂണല്ലാതെ വേറെ എന്താ ഉള്ളത്? നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് നമുക്കൊരു വെജ് ആണെങ്കിൽ ആകെയുള്ള ഒരു കോളിഫ്ലവറും ഒരു പിന്നെ എന്താണ് പാലിൻ്റെ എന്തായിരുന്നു അതിൻ്റെ പേര്, പനീർ. 200 ഗ്രാമാണ് മാക്സിമം. ഒരാൾ 200 ഗ്രാം ഒന്നും വേണ്ട, 100 ഗ്രാം കഴിച്ചാൽ തന്നെ ഭാഗ്യം. ചൈനയിൽ ഒരാൾ ഒരു വർഷം 30 കിലോ കൂൺ കഴിക്കുന്നുണ്ട്. അപ്പോൾ പെർ ഡേ എത്ര കഴിക്കുന്നു നോക്കിയാൽ മതി, കണക്കൂട്ടി നോക്കണം. അപ്പോൾ ഈ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാർക്കറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ഒരു മാർക്കറ്റ് ഒരു വലിയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങാനുള്ള സ്കോപ്പ് നിലവിൽ കേരളത്തിലില്ല. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് കൃഷി പാഷനായിട്ടും ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതിനെ ഇന്നത്തെ കാലത്ത് എന്തിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഫിനാൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ കർഷകൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു കർഷകൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം, ഒരു കൃഷി, ഒരു വസ്തു ഉണ്ടാക്കിയെടുക്കുക, വിൽക്കേണ്ടത് ഏതെങ്കിലും സൊസൈറ്റിയുടെ, FPOൻ്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ അല്ലെങ്കിൽ സംഭരണശാലകളുടെ, പഞ്ചായത്തിൻ്റെ, അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഉത്തരവാദിത്തമായിട്ട് നമ്മൾ അവരെ തലയിലിട്ടിരിക്കുക. നമ്മളെന്താ ഏറ്റവും സിമ്പിളായിട്ടൊരു കൊല കൊത്തിയാൽ എന്താ ചെയ്യുക, അതെടുത്ത് നേരെ കടക്കാരനോട് കൊടുക്കും. ഈ കടക്കാരനാണ് ഇത് വിറ്റേണ്ട ആള് നമ്മളെ മനസ്സിൽ. എല്ലാ കർഷകരുടെ മനസ്സിലും ഇത് തന്നെയാണ്. പക്ഷെ എല്ലാ കർഷകർക്കും കയറിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതാണ് നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ആ കൺസെപ്റ്റിൽ കർഷകരാണോ ലാഭം ഉണ്ടാക്കുന്നത്, അവരൊന്ന് വാങ്ങി വെക്കുന്നവരാണോ ലാഭം ഉണ്ടാക്കുന്നത്? എപ്പോഴും വാങ്ങി വെക്കുന്നവർ തന്നെ ലാഭം ഉണ്ടാക്കും. അപ്പോൾ വാങ്ങുന്നതും വെക്കുന്നതും പണി അവർ തന്നെ ചെയ്താൽ അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ വാങ്ങാൻ ആളുണ്ടോ? വാങ്ങാനുള്ള ആളെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഏതൊരു മേഖലയിലും നമ്മൾ നല്ല ആൾക്കാരുണ്ട്. അത് ഓരോ ആൾക്കാരുടെ സ്കില്ലായിട്ട് നമുക്ക് പറയാൻ പറ്റും. നല്ല ഡോക്ടർമാരും ഉണ്ട് നാട്ടിലിഷ്ടംപോലെ ഡോക്ടർ. എല്ലാവരുടെ പേരും നമുക്ക് അറിയില്ല. ചില ഡോക്ടർമാരെ, ചില വക്കീലന്മാരെ പേര് നമുക്ക് അറിയാം. എന്തുകൊണ്ടാ? അതേപോലെ തന്നെയാണ് കൂൺകൃഷിയിൽ നമുക്ക് എത്ര മാർക്കറ്റിംഗ് സ്കില്ലുണ്ടോ, മാർക്കറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ ചുറ്റുമുള്ള വീട്ടിൽ 50 വീട്ടിലേക്കുള്ള അതിൻ്റെ അകത്ത് 5 പേരെ കണ്ടെത്തി അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. 21 ദിവസം കൊണ്ട് വിളവെടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് യങ്സ്റ്റേഴ്സ് വരാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലേ? യങ്സ്റ്റേഴ്സ് ഇപ്പോൾ പല രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇത് തന്നെ 21 ദിവസം കൊണ്ട് പൈസ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റും ഡെപ്തും അറിഞ്ഞ് പഠിച്ച് വരുന്ന ആൾക്കാർ വേറെയുണ്ട്. ഇങ്ങനെ പല രീതിയിൽ പഠിച്ചിട്ട് വരുന്നവരുണ്ട്, പഠിക്കാണ്ട് വരുന്നവരുണ്ട്, ടൈം പാസ് ആയിട്ടൊക്കെ ചെയ്തു നോക്കാൻ വരുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഏതായാലും മനസ്സിലാവും. നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര സീരിയസ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ചെറുപ്പക്കാർ ഇഷ്ടം രീതിയിൽ വരുന്നുണ്ട്. ഒന്നാമത് അവർക്ക് മടുത്തു. ഒരു പണിയെടുത്ത് രാമൻ വൈകുന്നവർ ഒരു സ്ഥലത്ത് പോയിരുന്ന് എല്ലാവരും കണ്ട് ആ ഇട്ടവട്ടത്ത് മാത്രം കറങ്ങിയിട്ടുള്ള ജോലിനോട് ആർക്കും തന്നെ താല്പര്യമില്ല. അപ്പോൾ
അത് മടുക്കും, ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന മടുക്കുമ്പോൾ അതിലേക്ക് പോകണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം മഷ്റൂം വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് കൃഷി ഒരു ഓൺട്രപ്രണർഷിപ്പ് ആവണോ അതോ കൃഷിയായിട്ട് തന്നെ നിൽക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബിസിനസ് ആണെന്ന് കൃഷിയെ പറയണോ, അതോ അതാണോ നല്ലത്? ഒരു കർഷകനെ നമ്മൾ വിലയിരുത്തുന്നത്, അല്ലെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്, ഇപ്പോൾ ഈ വിഷൻ 31 നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. ഇപ്പം നിങ്ങൾ ഒരു വക്കീൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലെന്താ വന്നത്? കോട്ട്, ടൈ, കറുത്ത ഇതെല്ലാം വന്നില്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലെന്താ വന്നത്? സ്റ്റെതസ്കോപ്പ് വന്നു. കർഷകൻ എന്ന് പറയുമ്പോൾ എന്താ ഫസ്റ്റ് വരുന്നത്? കൈക്കോട്ട്, കീറിയ ബനിയൻ, തലയിലൊരു പാളത്തൊപ്പി, ചളി. ഇതിലെങ്ങനെ ഒരു കർഷകനെ കലപ്പ, ഈ കർഷകനെ എങ്ങനെയാണ് ഇത് കാണിച്ചിട്ട് കൃഷിയിലേക്ക് വരാൻ പറയാ, കർഷകനായി നിൽക്കാൻ പറയാ, നാളെ കൃഷി ചെയ്യണമെന്ന് പറയാ? മാറ്റി, ഗവൺമെൻറ് അടക്കം മാറ്റി. ആ ഫോട്ടോസൊന്നും ഇപ്പം ഇല്ല, ഇപ്പം കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരിക്കലും ഒരു കൃഷിയിലേക്ക് ഒരാളെ ആകർഷിക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് പോവേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് മാറ്റം വരണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. കർഷകൻ ഓൺട്രപ്രണറും കൂടിയാണ് അല്ലേ? കർഷകന് എല്ലാവരെയും പോലെ അതേതായ പ്രൊഫഷണലിസവും അതേതായ ഫ്രീഡവും എൻജോയ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കർഷകൻ. അത് ഇപ്പം വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കാർഷിക കോളേജുകളിൽ ക്ലാസ് കൊടുക്കാൻ, ട്രെയിനിങ്ങും മോട്ടിവേഷൻ, അവരോട് ഇത് ഇൻട്രാക്ഷന് പോകാറുണ്ട്. കേരളത്തിലെ ഇപ്പം അങ്ങനെ തുടങ്ങിയ പയ്യന്നൂർ കോളേജ്, പിന്നെ ഗുരുവായൂരപ്പൻ കോളേജ്, ഇപ്പോൾ കാർഷിക കോളേജ്, പടന്നക്കാട് കാർഷിക കോളേജ്, ഇവിടെ സെൻറ്റ് തോമസ്, ഇങ്ങനെയുള്ള പല കോളേജുകളിലും ഞാൻ ഈ ബോട്ടണി, അഗ്രികൾച്ചർ ഇത് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചു. ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇവരോടൊക്കെ ആരാകണം എന്നാണ്. അതിൽ 99 പേർക്കും അല്ലെ 90% ആൾക്കാർക്കും PhD ചെയ്യണം, പഠിക്കണം, ടീച്ചേഴ്സ് ആവണം, പ്രൊഫസർ ആവണം. 1% ആൾക്കാർ ബിസിനസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 1% ആൾക്കാർ. ഒരാളും കർഷകനാണെന്ന് പറയുന്നില്ല. കർഷകനാവാൻ ആഗ്രഹിക്കുന്ന ആരും പഠിക്കുന്നില്ല. ഇന്ന് പഠിക്കുന്നവര്, കൃഷി പഠിക്കുന്നവരാ ഈ കാർഷിക കോളേജിലെ കുട്ടികൾ. ഇവര് കർഷകനാകാൻ അവർക്ക് താല്പര്യമില്ല. പഠിക്കാത്തവരെന്താ ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മാച്ചാവണ്ടേ? ഇതെങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരണമെങ്കിൽ ഈ പ്രൊഫഷണലായിട്ട് കൃഷി പഠിച്ചവർ കൃഷിയിലേക്ക് ഇറങ്ങി പ്രൊഫഷണലായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ അവർ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ദൗത്യം ചെയ്യേണ്ടി വരും. കറക്റ്റ്. അവരല്ലേ ഇപ്പം MBBS പഠിച്ചവരാണല്ലോ ഡോക്ടറായിട്ട് പേരെടുത്ത് ആൾക്കാരുടെ മുമ്പിൽ ഡോക്ടർ എന്താണ്, അതിൻ്റെ വില എന്താണ്, നില എന്താണ്, പോകുന്നതും വരുന്നതും കാണിച്ചു കൊടുത്ത് ആ വില ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതേപോലെ പഠിച്ചവർ കൃഷി ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ ഇത് കാണിക്കും? ആ പണിയും കൂടി നമുക്ക് ചെയ്യണം. ഇപ്പോൾ മൻസൂർ മഷ്റൂമിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ 2018 ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. 2018 ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി. ഫുൾ ടൈം ഇതിലേക്ക് 2017 അമ്മ കൃഷി മർച്ചന്റ് നേവിയിലായിരുന്നു. അമ്മയാണ് ശരിക്കും ഇത് തുടങ്ങിയ ഒരു ഇൻസ്പിറേഷൻ തന്നേന്ന് തോന്നുന്നു. വീട്ടില് ഇത് പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ, ഒഴിവാക്കിയപ്പം ഒരു ഫ്രീ ടൈം കുറേ ഉള്ളപ്പോൾ അവർ 3 പേര് കൂടിയിട്ട് കുടുംബശ്രീ എന്ന രീതിയിൽ ഒരു സംരംഭം എന്ന രീതിയിൽ തുടങ്ങിയതാണ്. ബാക്കിയുള്ളവർ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അമ്മക്ക് ഞാൻ ചെയ്തു കൊടുത്തു. ഈ കൂണിൻ്റെ വീഡിയോ കാണുമ്പോഴേ നമുക്ക് എപ്പോഴെങ്കിലും അതൊന്ന് പറിക്കണം, ഒന്ന് വിരിഞ്ഞിട്ട് കാണണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം വീഡിയോ കാണുന്ന ആർക്കും ഉണ്ടാവും. നിങ്ങൾ കണ്ടപ്പോഴും നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ വരും. അത് ചെയ്തു പോകണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമുക്ക് ഞാൻ ഇത് ചെയ്തു കൊടുത്തത്. അത് പിന്നെ ഇങ്ങനെയൊന്നാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജോലിയൊക്കെ വിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു? ഇല്ല, ഞാൻ 2018 തന്നെ ഫുള്ളായി, ജനുവരി 1 ഞാൻ 2018 ഫുൾ ടൈമായിട്ട് ഞാൻ പിന്നെ ഒരു വർഷത്തോളം, ഒരു വർഷമില്ല, ഒരു 10 മാസത്തോളം ഞാൻ ബോംബെയിൽ, ചെന്നൈ, ഡൽഹിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഫുൾ ടൈമായിട്ട് ഇറങ്ങുക ചെയ്തത്. പഠിക്കാൻ സമയം എടുത്തു. മർച്ചന്റ് നേവി മൊത്തമായിട്ട് വിട്ടു. എൻ്റെ കൂടെയുള്ളവരിപ്പോൾ സെക്കൻഡ് ഓഫീസർ, ചീഫ് ഓഫീസറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജോലി വിട്ട് കൂൺ കൃഷിയിലേക്ക് ഇറങ്ങണോ? അതാണ് ചോദ്യം. പറ്റുന്ന പണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. അതെങ്ങനെ അറിയും? ചെയ്ത് നോക്കി ഒരു 1-2 മാസം ഒന്ന് ടൈം പാസ് ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പറ്റിയ പണിയാണോ അല്ലയോ എന്ന്. എന്തായാലും ചെയ്യണം. ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരാൾ പോവരുത്. ഇതെന്നു പഠിക്കാൻ, ഒരു പണി പഠിക്കാനുള്ള സമയം അതിന് കൊടുക്കണം, എന്നിട്ട് ഏത് പണിയിലേക്ക് ഇറങ്ങാവും. എനിക്ക് കൂൺ കൃഷി പഠിക്കണമെങ്കിൽ മൻസൂർ മഷ്റൂം പഠിപ്പിക്കോ? എന്റെ കൂൺ കൃഷി ചെയ്തത് മൻസൂർ മഷ്റൂം വാങ്ങോ?
ഇന്നലെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇന്നലെ ഞാനൊരു 3 ഫാമേഴ്സിനെ ഓൾറെഡി അവരുടെ കൂണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്ത് ഇനീഷ്യേറ്റീവ് എടുത്തു. സക്സസ് ശരിയായാലല്ലേ അത് മൊത്തമായിട്ട് പറയാൻ പറ്റും. ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ അതും തുടങ്ങും. തുടങ്ങേണ്ട അവസ്ഥയാണ്. എല്ലാം കൊടുക്കുമ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടോ കൂൺ വെച്ചിട്ടുള്ള? ഒരു സീരീസ് ഓഫ് പ്രോഡക്റ്റുകൾ വരാൻ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. R&D കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇറങ്ങും, എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങും. ഒരു ടെൻഷൻ വന്ന എന്താ ചെയ്യുക ഒരു കർഷകൻ, ഒരു ഓൺടർപ്രണർ എന്ന നിലയ്ക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള? ലാൻഡ്സ്മാൻ കഴിച്ചാൽ മതി. കൂൺ കഴിക്കാല്ലേ? ആഗ്രഹം ചോദിച്ചാൽ എന്ത് പറയും ഇപ്പം ഒരു കർഷകൻ എന്ന നിലയ്ക്ക്, ഒരു കൂൺ കർഷകൻ എന്ന നിലയ്ക്ക്? നിലവിൽ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മളിപ്പം പൈസ ചിലവാക്കുന്നുണ്ടല്ലോ. ഒരു ഫാമിലി എത്ര രൂപ മെഡിസിന് വേണ്ടി ചിലവാക്കുന്നുണ്ടാവും? എന്തായാലും ഒരു ഫാമിലിയിൽ മെഡിസിന് വേണ്ടി ചിലവാക്കുന്ന പൈസയുണ്ട്. അത് നമുക്ക് നാളെ മെഡിസിന് ചിലവാക്കാതെ ശരീരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ ചെയ്യണം. ഓക്കെ, ഇതാണ് ആഗ്രഹം. ഒരു കർഷകൻ എന്ന നിലയ്ക്ക് അതാണ് ആഗ്രഹം. ഭക്ഷണം ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാനാവില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, ഭക്ഷണശീലം ഉണ്ടാക്കണം. 1ാം ക്ലാസ് മുതൽ നമ്മൾ ഡിഗ്രി വരെ പഠിച്ചാലും എന്താ കഴിക്കേണ്ടത് മാത്രം പഠിക്കുന്നില്ല. എല്ലാത്തിലുള്ള കണ്ടന്റും ഇതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡെങ്കിപ്പനി വന്ന ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കഴിക്കേണ്ടത് പറഞ്ഞാൽ ആര് വരണം? ഡോക്ടർ വരണം. അല്ല, ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ വരണം. അല്ലേ? അവർ വന്നിട്ട് നിങ്ങൾക്ക് പൈസ വാങ്ങിയിട്ട് പറയും നിങ്ങളോട് എന്താ തിന്നേണ്ടത് എന്ന്. നമ്മൾ തന്നെ ചെറുപ്പം മുതൽ പഠിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അവർ പൈസയും വാങ്ങുന്നില്ലേ? എല്ലാ വലിയ ഹോസ്പിറ്റലിൽ പോയാൽ ഇവരെ കാണാണ്ട് നമുക്ക് വരാൻ പറ്റില്ല. ഇവരെന്താ പറഞ്ഞിരുന്നേ? എന്താ നമ്മൾ കഴിക്കേണ്ടതെന്ന്. മലയാളികൾക്ക് ഇഷ്ടമുള്ള അത്രയും കൂണ് പ്രൊഡ്യൂസ് ചെയ്യാൻ, കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റട്ടെ മൺസൂൺ മഷ്റൂമിന്. മലയാളികൾക്ക് കൂൺ കഴിക്കാനുള്ള ഇഷ്ടം ഉണ്ടാക്കാൻ പറ്റട്ടെ മൺസൂൺ മഷ്റൂമിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.